നമുക്ക് ഈ ഒരു കോഴ്സിലൂടെ ക്ലാസ് ആയിട്ട് തരുന്നത്. കേൾക്കുന്നില്ലേ? ഹലോ, കേൾക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു ക്ലാസ് ആയിട്ട് തരുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ അടുത്ത് നിങ്ങൾ ഒരു ബുക്കോ പെന്നോ അടുത്ത് തന്നെ വെക്കുക. കാരണം നമുക്ക് എന്തെങ്കിലും അറിവ് കിട്ടുന്നത് അത് പകർത്തിയെടുക്കാമല്ലോ. ഓരോ ആളുകളിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ നമുക്ക് ഉപകാരപ്പെടും. അപ്പൊ എല്ലാവരും ഓരോ പെന്നും ബുക്കും അടുത്ത് തന്നെ വെക്കുക. അപ്പൊ നമുക്ക് നമ്മുടെ ഈ ഒരു ക്ലാസ് തന്നെ തരാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഞാൻ ഡോക്ടർ ചൈൽഡ് സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഹലിം സാറിനെ ഞാൻ വെൽക്കം ചെയ്യുന്നു. പ്ലീസ് വെൽക്കം സർ. താങ്ക് യു ഷാഹിദ മാം. അപ്പോ ഒരുപാട് പേരില്ല എന്നറിയാം. പക്ഷെ എങ്കിൽ പോലും നിങ്ങൾ വന്നിരിക്കുന്ന 2 പേരോ 3 പേരാണെങ്കിൽ പോലും നിങ്ങളുടെ ടൈമിന് ഞാൻ വാല്യൂ തരികയാണ്. കാരണം ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ പാരൻസ് അനുഭവിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വിചാരിക്കുന്നത് ഇപ്പോഴത്തെ ജനറേഷൻ കുട്ടികൾ മാറി, അപ്പോൾ അവരെ നമ്മൾ വളർത്തുന്നത് ശരിയാണോ തെറ്റാണോ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ടെൻഷൻസിലൂടെയാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ പാരൻസ് കടന്നു പോകുന്നത്. പക്ഷെ അവരോട് ഓരോരുത്തരോടും ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യം, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മക്കളല്ല മാറിയത്, നമ്മളും ശരിക്കും പറഞ്ഞാൽ പല കാലഘട്ടത്തിലൂടെ മാറിയിട്ടുണ്ട്. നമ്മളുടെ ഗ്രാൻഡ് പാരൻസ് നമ്മളെ വളർത്തിയ പോലെയല്ല നമ്മുടെ മക്കളെ വളർത്തുന്നത്, അല്ലെങ്കിൽ നമ്മളെ പാരൻസ് വളർത്തിയിട്ടുണ്ടാവലും ഈ രീതിയിലല്ല. അപ്പൊ ഈ 3 ഡിഫറൻസ് നോക്കുന്ന സമയത്ത് ഓരോരുത്തർക്കുമുള്ള സാഹചര്യങ്ങളൊക്കെ വ്യത്യാസമാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഓരോ സാഹചര്യത്തിനനുസരിച്ചിട്ട് നമുക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ അടുത്തുനിന്ന് നമ്മളെ മക്കള് കൂടുതൽ അകലും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നമ്മളെ ഗ്രാൻഡ് പാരൻസിന്റെ ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു ഫാമിലിയിലൊക്കെ മിനിമം 7, 8, 10, 15 മക്കളുള്ള കാലഘട്ടമായിരുന്നു അതെന്ന് പറയാം. അപ്പൊ ഈ ഒരു സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ പൊതുവെ ഒരു പാരൻസ് തമ്മിലുള്ള ബോണ്ട് വളരെ കുറവാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ തമ്മിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് പോലത്തെ ഒന്നും തോന്നിയിട്ടുണ്ടാവില്ല. പക്ഷെ ഇപ്പൊ നിങ്ങളുടെ സ്വന്തം ഉപ്പയോ ഉമ്മയോ ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ തമ്മിൽ വീണ്ടും ഒരു ബോണ്ട് ഉണ്ടായിരിക്കും. എന്നാൽ ഇപ്പോഴത്തെ കാലഘട്ടം നോക്കുകയാണെങ്കിൽ പൊതുവെ നമ്മൾ കണ്ടുവരുന്ന എന്താണ്, ഒരു ഫ്രണ്ട്ലി ബിഹേവിയർ ആയിരിക്കും സ്വന്തം മക്കളോട് ഉണ്ടായിരിക്കുക. അപ്പൊ അതിനനുസരിച്ചിട്ട് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ഓരോ കാലഘട്ടത്തിലും നമ്മൾ കൂടുതൽ കമ്പനി ആയിക്കൊണ്ടാണ് വരുന്നത് നമ്മുടെ മക്കളായിട്ട്. പക്ഷെ ഇതിൽ വരുമ്പോൾ ഉള്ള നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ശരിക്കും പറഞ്ഞാൽ. അതായത് നമ്മളുടെ ചുറ്റുമുള്ള, ഇപ്പോൾ ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട്, എൻ്റെ മൂത്ത മകനും താഴെയുള്ള ആളും നമ്മൾ ഒരേ വീട്ടിലാണ് വളർന്നത്, അല്ലെങ്കിൽ അവർ പഠിച്ചത് ഒരേ സ്കൂളിലാണ്, പക്ഷെ എന്തുകൊണ്ടാണ് ഇവർ രണ്ടുപേർക്കും 2 ക്യാരക്ടർ എന്ന് ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ 2 ഇഷ്ടങ്ങൾ, അല്ലെങ്കിൽ അവരുടെ രണ്ടുപേരുടെ സ്വഭാവങ്ങൾ ഭയങ്കര ഡിഫറെന്റ് ആണ്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കാറുണ്ട്. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ മക്കളെ നമ്മൾ മാത്രമല്ല വളർത്തുന്നതാണ്, നമ്മുടെ സമൂഹം കൂടിയാണ്. ശരിക്കും പറഞ്ഞ ഒരു വീട്ടിൽ നിന്ന് പറഞ്ഞ ഒരു 30% ഒക്കെയാണ് ഇൻഫ്ലുവൻസ് ഉണ്ടാവുള്ളൂ എന്ന് പറയാം. കാരണം വീടിന്റെ അടുത്ത് കളിച്ചു വളരുന്ന സമയത്ത് അവിടെയുള്ള ആൾക്കാരായിട്ടുള്ളത്, നൈബേഴ്സ്, നമ്മുടെ വീട്ടിലെ ബാക്കിയുള്ള ബന്ധുമിത്രാദികൾ, അതേപോലെ സ്കൂളിൽ പോകുന്ന സമയത്ത് നമ്മൾ ആ ബസ്സിൽ കയറുന്ന സമയത്ത് അവിടെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആയ, അവിടുത്തെ ഡ്രൈവർ, കണ്ടക്ടർ, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ സ്കൂളിലെത്തുന്ന സമയത്ത് നമ്മൾ അടുത്തിരിക്കുന്ന സഹപാഠി, നമ്മളെ പഠിപ്പിക്കുന്ന ടീച്ചർ, നമ്മൾ തിരിച്ച് വീട്ടിലെത്തി ട്യൂഷന് പോകുന്ന അവിടുത്തെ ടീച്ചർ, അവിടെ കാണുന്ന കുട്ടികൾ, ഇങ്ങനെയുള്ള എല്ലാവരിൽ നിന്നും ഇൻഫ്ലുവൻസ് ആയിട്ടാണ് നമ്മുടെ മക്കൾ ശരിക്കും പറഞ്ഞാൽ ഫോം ആയി വരുന്നത്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, ഈ ഒരുപാട് ഇൻഫ്ലുവൻസിൽ നിന്ന് നമ്മുടെ മക്കളെ നമ്മൾ ശരിക്കും അവരെ മനസ്സിലാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആലോചിക്കേണ്ടത്, അമിതമായി ഫ്രണ്ട്ഷിപ്പ് കാണിച്ചാലും പ്രശ്നമാണ്, എന്നാൽ തീരെ ബന്ധമില്ലാത്ത പോലെ ആയാലും ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ ഇവിടെ ന്യൂ ജനറേഷൻ പാരന്റിങ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് മാറ്റങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഇടപഴകുന്ന രീതിയിലാണ്. ഇവിടെ എല്ലാവരും അവരെ മക്കളെ നല്ല രീതിയിൽ തന്നെയാണ് വളർത്തുണ്ടാവുക. ഒരുപാട് കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ രീതിയിലും, പഠിത്തത്തിലായിക്കോട്ടെ, അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും, അവരെ കൊണ്ട് കൊടുക്കാൻ പറ്റുന്ന എല്ലാ രീതിയിലുള്ള ഫെസിലിറ്റീസും കൊടുത്തിട്ട് തന്നെ ഇരിക്കും അവർ വളർത്തുന്നുണ്ടാവുക. പക്ഷെ നമ്മൾ ചിലപ്പോൾ നോക്കാതെ പോകുന്ന ചില കാര്യങ്ങൾ കൊണ്ടാണ് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവുന്നത്. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് മെയിനായിട്ട് നമ്മൾ ആലോചിക്കേണ്ടത്, ശരിക്കും പറഞ്ഞാൽ നമ്മളെ മക്കളെ ഇന്നത്തെ കാലത്ത് നമ്മൾ കാണേണ്ടത് ആദ്യത്തെ 7 വയസ്സ് വരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടൈം ഭയങ്കര ക്രിട്ടിക്കലാണ്. ഈ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കള് ജീവിതത്തിൽ വിജയിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ട സമയം ഈ പറഞ്ഞ 7 വയസ്സ് വരെയാണ്. അതിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങളോട് വെറുതെ ചോദിക്കാം. ഇപ്പോ നമുക്കറിയാം, സച്ചിൻ, അല്ലെങ്കിൽ AR റഹ്മാൻ, അല്ലെങ്കിൽ ലയണൽ മെസ്സി, ഇവരൊക്കെ അവരുടേതായ ഒരു മേഖലയിൽ ലെജൻസ് ആയിട്ടുള്ള ആൾക്കാരാണ്. ലെജൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തെങ്കിലും ഒരു കാര്യത്തിൽ അത്രയും ടോപ്പായിട്ട് നിൽക്കുന്ന അവസ്ഥ അല്ലെ. ഇതെങ്ങനെയാണ് ഇവരായിട്ടുള്ളത്?
സിമ്പിളായിട്ട് മനസ്സിലാക്കിയാൽ മതി. ആദ്യത്തെ 7 വയസ്സിന്റെ ഉള്ളിൽ അവരെ ആരൊക്കെ ആ ഒരു മേഖലകൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ ഇവരൊക്കെയാണ് എവിടെയെങ്കിലുമൊക്കെ എത്തിയിട്ടുള്ളൂ. ഈ പറയുന്ന ലയണൽ മെസ്സിയുടെ ഇത്രയും, അതായത് ആ കുട്ടിക്ക് കാലിന് വയ്യാത്തൊരു കുട്ടിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അതായത് പൊക്കം അധികം വെക്കില്ല എന്നും കാൽമുട്ടിന് പ്രശ്നമുണ്ടെന്നൊക്കെ ഡോക്ടർ പറഞ്ഞിട്ട് കളിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന സമയത്ത് ആളെ കൂടെ നിന്നതും സപ്പോർട്ട് ചെയ്തിട്ടും സ്വന്തം ഗ്രാൻഡ് മദർ ആണ്, അതായത് മുത്തശ്ശിയാണ് കൊണ്ടുപോയി ക്ലബ്ബിൽ പോയി പറഞ്ഞത് "ഈ മോനെ കളിപ്പിക്കുമെന്ന്". അപ്പൊ ശരിക്കും അതേ പ്രായത്തിലുള്ള വേറെ മക്കൾ എന്ന് പറഞ്ഞാൽ വളരെ ഹൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. പക്ഷെ ഈ കുട്ടിയുടെ ടാലന്റ് അത്രയും ചെറുപ്പത്തിൽ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇപ്പൊ കാണുന്ന ലയണൽ മെസ്സി ഒക്കെ ആയി മാറിയിട്ടുള്ളത്. സച്ചിൻ ടെണ്ടുൽക്കർ അതുപോലെ തന്നെ. ആളെ വിദ്യാഭ്യാസം നോക്കുകയാണെങ്കിൽ 10ാം ക്ലാസ് വരെയുള്ളൂ. പക്ഷെ ആളുടെ മേഖലയിൽ ക്രിക്കറ്റ് എന്ന് പറയുന്ന ആ ഒരു മേഖലയിൽ അത്രയും ലെജൻഡാണ്. AR റഹ്മാൻ ആളുടെ പാട്ടിന്റെ ആ മേഖലയിൽ അത്രയും ലെജൻഡാണ്. അത്രയും ചെറുപ്പം മുതൽ തന്നെ ആ കുട്ടിക്ക് ഈ പറയുന്ന കീബോർഡ് ആയിക്കോട്ടെ മ്യൂസിക്കിലോട്ട് അവർക്ക് ആ ഒരു പാഷൻ ഉണ്ടെന്ന് കണ്ടിട്ട് പഠിപ്പിക്കാൻ അവരുടെ പാരന്റ്സ് തയ്യാറായി എന്നുള്ളതാണ്. ഇനി ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മളുടെ ലൈഫിലോട്ട് കൊണ്ടുവരിക. ഈ പറയുന്ന 7 വയസ്സ് വരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് ഇവരെ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ പൊത്തി പൊത്തി വളർത്തുക എന്ന് പറയും. അതായത് ഇപ്പൊ വീഴും, അല്ലെങ്കിൽ ഇപ്പൊ ഇങ്ങനെ പോയാൽ പ്രശ്നമാവും, അങ്ങോട്ട് ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ല, ഇന്നത് പഠിച്ചാൽ പ്രശ്നമാവും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അത്രയും കൂടുതൽ റെസ്ട്രിക്ട് ചെയ്യുന്ന സമയമാണ് ഈ പറഞ്ഞ 7 വയസ്സ് വരെ എന്നുള്ളത്. അപ്പൊ എന്താ ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ ഉള്ളിൽ ഹിഡൻ ആയിട്ട് കിടക്കുന്ന ഒരു പൊട്ടൻഷ്യൽ ഒരിക്കലും പുറത്തോട്ട് വരില്ല എന്നുള്ളതാണ്. ഇങ്ങനെ ആവുമ്പോൾ എന്താ ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് അവരിൽ ഉണ്ടായിരുന്ന ഒരു സ്കില്ല് ഓർഡിനറി ആയിട്ട് കാലക്രമേണ പോകും. ഈ ഒരു സമയത്ത് എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടാവും ഈ കുട്ടിക്ക് നന്നായിട്ട് വരക്കാൻ അറിയാം, നന്നായിട്ട് പാട്ട് പാടാൻ അറിയാം, നന്നായിട്ട് ഡാൻസ് കളിക്കാനൊക്കെ അറിയാം. പക്ഷെ നിങ്ങൾ അപ്പോൾ എന്ത് പറയും? അക്കാഡമിക്സിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കും. അതായത് ഈ പഠിത്തം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മതി ഇതെന്ന് പറയും. അപ്പൊ എന്താ ഉണ്ടാവുക? കുട്ടിക്ക് ഓട്ടോമാറ്റിക്കലി ഉണ്ടായിരുന്ന ആ ഒരു ഹിഡൻ പൊട്ടൻഷ്യൽ പുറത്തോട്ട് വരാതെ ഭയങ്കരമായിട്ട് ഡൗൺ ആയി വരും. അവർ പോലും അറിയാതെ അവരുടെ ഉള്ളിലുള്ള കഴിവുകൾ ഇല്ലാണ്ടായി പോവാ. ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ പിന്നെ എത്ര പരിശ്രമിച്ചിട്ടും അവരുടെ കോളേജ് കഴിഞ്ഞിട്ട് അവന് ഇഷ്ടമുള്ളത് ചെയ്തോട്ടെ എന്ന് വിചാരിച്ച് നടന്നാൽ പോലും അവനെ പഴയ പോലെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പറഞ്ഞ 7 വയസ്സെന്ന് പറഞ്ഞത് അവർക്ക് എന്താണോ ഇഷ്ടം അതിൽ നമ്മൾ കൂട്ടുനിന്ന് കൊടുക്കണം എന്നുള്ളതാണ്. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഇപ്പോ ചെറിയ കുട്ടികളായിരിക്കും, അവർ കൊഞ്ചാൻ നിൽക്കുന്ന ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് ഇന്നത് വേണം അല്ലെങ്കിൽ എനിക്കിത് പഠിക്കണം എന്നൊക്കെ പറയുന്ന സമയത്ത് അവർക്ക് ആ സമയത്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അവരുടെ ഉള്ളിലോട്ട് ആ കോൺഫിഡൻസും ആ ധൈര്യം കൊടുക്കേണ്ടത്. ഇത് കൊടുത്തില്ല എന്നുണ്ടെങ്കിലാണ് പ്രശ്നം. നമ്മൾ ചെറുപ്പം മുതലേ നമ്മൾ ആലോചിച്ചാൽ മതി, നമ്മുടെ മക്കളിൽ പേടി ഉണ്ടാക്കി കൊടുക്കുന്നത് നമ്മൾ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മക്കൾ ഏറ്റവും കോൺഫിഡന്റ് ആയിട്ടാണ് മുന്നോട്ട് വരുന്നത്. കാരണം അവർക്ക് എന്താ, അവർക്ക് പണ്ടത്തെ പാസ്റ്റ് ഇല്ല. അതായത് എന്റെ പണ്ടത്തെ കാലത്ത് ഇങ്ങനെ ഉണ്ടായി, കഴിഞ്ഞ വർഷം ഇങ്ങനെ സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തലേ കയറ്റി നടക്കുന്നില്ല. പക്ഷെ അവരുടെ ഉള്ളിൽ ഒന്ന് വീണ് കഴിഞ്ഞാൽ പോലും അയ്യോ എന്ന് പറഞ്ഞ് പേടിച്ച് ചെല്ലുന്ന നമ്മളുടെ മുഖഭാവം കണ്ടിട്ടാണ് ആ കുട്ടി പേടിക്കുന്നത്. അല്ലാണ്ട് ആ കുട്ടിക്ക് ഒരിക്കലും അവിടെ പേടിയില്ല. അങ്ങനെ പേടിപ്പിക്കുന്ന സമയം മുതലാണ് ആ കുട്ടി വളരെയധികം ഉള്ളിലോട്ട് ഫിയർ എന്ന് പറയുന്ന ഈ ഒരു അംശം കയറുന്നത്. അതേപോലെ പല കുട്ടികൾക്കും വീടിന് ചുറ്റും അല്ലെങ്കിൽ രാത്രി സമയത്ത് പുറത്ത് നടക്കാൻ ഭയങ്കര പേടിയുള്ള ആൾക്കാരുണ്ട് ഇപ്പോഴും. ഇതിന്റെയൊക്കെ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടെപ്പോഴോ പാരന്റ്സ് പറയുന്നതാണ്, പോലീസ് വരും, അല്ലെങ്കിൽ രാത്രി പ്രേതം വരും, ഭക്ഷണം കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും. ഇതൊക്കെ ചെയ്തു കൊടുക്കുന്ന ആരാണ്? പാരന്റ്സ് തന്നെയാണ്. ഈ ഒരു പ്രശ്നങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആലോചിക്കേണ്ടത് 7 വയസ്സ് വരെ നമ്മൾ എന്ത് ചെയ്തോ അതന്നെയാണ് ആ കുട്ടിയിൽ ഉണ്ടാവുക. ഈ 7 വയസ്സ് വരെ ആ കുട്ടിക്ക് എത്രത്തോളം സപ്പോർട്ട് നമ്മൾ കൊടുക്കുന്നു, എത്രത്തോളം ആ കുട്ടിനെ കൂടുതൽ മനസ്സിലാക്കുന്നു. ഈ ഒരു ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഈ കുട്ടികൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു നടക്കുന്ന കുട്ടികളാണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് ചോദിക്കും പലതിനെ കുറിച്ചിട്ട്. പക്ഷെ ഈ സമയത്ത് നമുക്ക് അവർക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി നമ്മൾ ക്ഷമ കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ കുട്ടികൾ ഭയങ്കര അധികം എന്താവും മാറുന്ന വെച്ച് കഴിഞ്ഞാൽ ചോദ്യങ്ങൾ ചോദിക്കാതെയായി മാറും. ചോദ്യങ്ങൾ ചോദിക്കാതായി മാറുന്ന സമയത്ത് ഇവർക്ക് ചുറ്റും ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ വരും. നേരെ മറിച്ച് പണ്ട് മുതലേ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ചിലപ്പോൾ ചെറിയ ചെറിയ ചോദ്യങ്ങളൊക്കെ ആയിരിക്കും ചോദിക്കുക. എന്തുകൊണ്ടാ ബോള് പറന്നു പോണത് എന്നൊക്കെ ഇവൻ ചോദിക്കുക. അപ്പൊ ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കൊടുക്കാം, അതിന്റെ ഉള്ളിൽ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഈ ബോളിനെ തട്ടി തട്ടി കളിക്കുന്ന ആൾക്കാർ മൊത്തം. ഒരു കുട്ടി ചോദിക്കുകയാണ് ഫുട്ബോൾ മാച്ച് നടക്കുന്ന സമയത്ത്, ഇത്രയും ആൾക്കാർ എന്താ ഇതിനെങ്ങനെ തട്ടി കളിക്കുന്നതെന്ന്. അപ്പോ ഒരു കഥയുണ്ട് ശരിക്കും പറഞ്ഞു. അപ്പൊ ഫുട്ബോൾ തിരിച്ച കുട്ടിയോട് പറയാണ്, എന്റെ ഉള്ളിൽ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ്, നേരെ മറിച്ച് ഞാൻ വല്ല ഇരുമ്പോണ്ടോ കല്ലൊക്കെ ആയിരുന്നെങ്കിൽ ആർക്കെങ്കിലും ഇന്ന് തട്ടാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇതിൽ ഭയങ്കര അധികം ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മോറൽ ഉണ്ട്. നമ്മൾ നമ്മളെ മക്കളോടും അല്ലെങ്കിൽ നമ്മൾ തന്നെ സ്വയം അറിയേണ്ട കാര്യം ഇതാണ്, നമ്മളുടെ ഉള്ളിലെ വാല്യൂ ആണ് നമ്മൾ ഒരാൾക്കും തട്ടിക്കളിക്കാൻ പറ്റില്ല എന്നുള്ളത്. നമ്മളുടെ ഉള്ളിലുള്ള കഴിവിനെയാണ്. നമ്മളുടെ ഉള്ളിൽ പൊള്ളയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും തട്ടിക്കളിക്കും. അപ്പൊ ഇതുപോലെ മോറൽ വെച്ചുകൊണ്ട് കുട്ടി ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും നിങ്ങൾ ഉത്തരം കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ
ആ ഒരു ക്ഷമ നിങ്ങൾ കാണിക്കുകയാണെങ്കിൽ മാത്രമേ ആ കുട്ടി എന്തായി മാറുള്ളൂ, നിങ്ങൾ ആലോചിക്കുന്ന ലെജൻഡായി മാറുള്ളൂ. പക്ഷെ പൊതുവെ ആൾക്കാർ എന്ത് ചെയ്യും, പിന്നെ സ്കൂൾ കഴിഞ്ഞ് ട്യൂഷൻ കഴിഞ്ഞ് കുട്ടികളെ നമ്മളുടെ എന്തോ സ്വപ്നത്തിന് വേണ്ടിയിട്ട് അവരെ നമ്മൾ എന്ത് ചെയ്യും, പുഷ് ചെയ്ത് ആക്കും. അപ്പൊ ആ സമയത്ത് ആ കുട്ടിക്ക് എന്താണ്, ആ കുട്ടിക്ക് താല്പര്യമില്ലാത്തൊരു കാര്യമാണ് പഠിക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ചെയ്യുന്നത് കൊണ്ടോ അവർക്ക് പൊതുവെ എന്തുണ്ടാവാണ്ടാവും, അതിനോട് ഒരു ഇഷ്ടം ഇല്ലാത്തൊരവസ്ഥയിലോട്ട് വരും, നമ്മളായിട്ട് കൂടുതൽ അകന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു സമയത്ത് ഈ ഒരു 7 വയസ്സ് വരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ അവരെങ്ങനെയാണോ അങ്ങനെ, അതായത് അവർ കൊഞ്ചുകയാണെങ്കിൽ അവരായിട്ട് അതുപോലെ കളിക്കുക, കളിക്കണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർ ചെയ്യുക. ആ കുട്ടിക്ക് ഇന്നത് കാണണം, സർക്കസ് കാണണം എന്ന് പറഞ്ഞാൽ കൊണ്ടുപോവാ. ആ കുട്ടിക്ക് എന്താണോ ഇഷ്ടം ആ കാര്യങ്ങളിലോട്ട് ആ കുട്ടിക്ക് കൂടുതൽ, ആ കുട്ടി ചിലപ്പോൾ കൂടുതലായിട്ട് ഫുട്ബോളിനെ കുറിച്ച് ചോദിക്കും. ആ സമയത്ത് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താ, ഫുട്ബോളിനെ കുറിച്ചിട്ട് വായിച്ചാൽ മനസ്സിലാവുന്ന, അല്ലെങ്കിൽ ആ കുട്ടിക്ക് ഫുട്ബോളിനെ കുറിച്ചുള്ള കഥകൾ വായിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അത് ബന്ധപ്പെട്ടിട്ടുള്ള വല്ല മാച്ച് ഒക്കെ നടക്കുന്ന സമയത്ത് ആ കുട്ടിനെ കൊണ്ടുപോവുക. ഇതൊക്കെ ആ കുട്ടിക്ക് എന്ത് ചെയ്യും, ഭയങ്കര ഇഷ്ടപ്പെടും. അതുപോലെ ലെജൻസ് ആയിട്ടുള്ള ആൾക്കാരെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി കുട്ടിക്ക് വേണ്ട ആ ഒരു ക്യൂരിയസ്നെസ് ആയിട്ടുള്ള ആ മൈൻഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫീഡ് ചെയ്യുന്നുണ്ട് എന്നാണ് അതിന് പറയാം. ഇനി ഈ 7 വയസ്സ് കഴിഞ്ഞാൽ അടുത്ത 7 വയസ്സ് എന്ന് പറയുന്നത് ഈ കുട്ടിക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ആദ്യത്തെ 7 വയസ്സ് ഈ കുട്ടി എങ്ങനെയാണോ അതേപോലെയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്തു കൊടുത്തെന്ന് വിചാരിക്കാം. അടുത്ത ഒരു 7 വയസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയും. അതായത് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു നോർമൽ ആയിട്ട് പറഞ്ഞ ഫോർ എക്സാമ്പിൾ ഒരു ഇൻഡിവിജ്വലായി കണ്ടുകൊണ്ട്, അതായത് ആ വ്യക്തിനെ ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് കാണണം. അതായത് 7 വയസ്സ് മുതൽ അടുത്ത 14 വയസ്സ് വരെയുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഇൻഡിവിജ്വലായി കാണുക എന്ന് പറഞ്ഞാൽ എന്താണ്, കുട്ടികൾ ടീനേജ് ആവുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് ഈ കുട്ടീനെ നീ കുട്ടിയാണ്, നീ ഇന്നത് ചെയ്യണ്ട എന്ന് പറയുന്നതിന് എതിരായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടിനെ ഇൻഡിവിജ്വലായി കാണുക. ഇൻഡിവിജ്വലായി കാണുക വെച്ചാൽ ആ കുട്ടിക്ക് ഒരു വ്യക്തിത്വം ഉണ്ട്, ആ കുട്ടിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമുണ്ട്, ആ കുട്ടിക്ക് ഇടാൻ ഈ ഒരു ഡ്രസ്സാണ് ഇഷ്ടമെങ്കിൽ ആ കുട്ടി ആ ഡ്രസ്സ് ഇട്ടോട്ടെ. അതായത് ആ വ്യക്തിക്ക് എന്താണ്, ആ ഒരു വ്യക്തിയായി കാണുന്തോറും എന്തായി മാറും, നമ്മൾ അങ്ങനെ സംസാരിച്ചു തുടങ്ങും ആ വ്യക്തിനെ. അപ്പൊ ഓക്കെ, അപ്പൊ ആ കുട്ടി പറയാണ് ഓക്കെ എനിക്ക് ഇന്നതാണ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ എനിക്ക് ഇന്നത് ചെയ്യണം എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് അതെല്ലാം എന്താണ്, നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യം, അവരുടെ സേഫ്റ്റി കൺസേൺ നമുക്ക് നോക്കാം. അവർ പറയുന്ന എല്ലാ കാര്യം സമ്മതിച്ചു കൊടുക്കാന്നല്ല അതിന് ഉദ്ദേശിക്കുന്നത്. പക്ഷെ എങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇൻഡിവിജ്വൽ ആയിട്ട് കാണുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇനി ആ ഒരു 7 വയസ്സും കഴിഞ്ഞു, അത് കഴിഞ്ഞ് ഈ പറഞ്ഞ 14 വയസ്സ് കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ടുള്ള 21 വയസ്സ് എന്ന് പറയുന്നത് നമ്മൾ അവരെ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവരായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഫ്രണ്ട് ആവണം എന്നുള്ളതാണ് പറയുന്നത്. ആ ഒരു സമയത്ത് നമ്മൾ ഫ്രണ്ട് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ലൈഫ് ലോങ് നമ്മളെ മക്കളായിട്ട് ഫ്രണ്ട് ആവാൻ പറ്റും. 14 വയസ്സ് മുതൽ ഈ പറഞ്ഞ 21 വയസ്സ് വരുടെ ഉള്ളിൽ അവരെ തോളിൽ കൈയിട്ട് നടക്കാൻ പറ്റുന്ന രീതിയിലോട്ട് നിങ്ങൾക്ക് മാറണം എന്നുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യം എന്താണ്, ആദ്യത്തെ 7 വയസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ക്യൂരിയസ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ട രീതിയിൽ അവരെങ്ങനെയാണോ ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ നമ്മളായി മാറുക എന്നുള്ളതാണ്. അവർ സംസാരിക്കുന്ന പോലെ അത് അവരെ മിറർ ചെയ്യാന്ന് പറയും. ഫോർ എക്സാമ്പിൾ ആ കുട്ടി കൊഞ്ചാണ്, ഓക്കെ കൊഞ്ചിക്കോ, ആ കുട്ടിക്ക് ഇന്നൊരു സംഭവം വേണം, ആ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം. പിന്നെ അപ്പൊ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ചെറിയ ഈ കുട്ടികൾ കല്യാണങ്ങൾക്കൊക്കെ വന്ന് വാശി പിടിച്ച് കരയും, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇന്നത് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് കരയുന്നൊക്കെ. അപ്പൊ ഞാൻ പൊതുവേ പറയാറുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരു സമയത്ത് അവരോട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരെ ചിന്താഗതി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അവർ കമന്റ് എടുക്കുക, ഓക്കെ ഞാൻ ഇപ്പൊ കരഞ്ഞു കഴിഞ്ഞാൽ ഇന്ന സാധനം കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം, അവരുടെ ഉള്ളിലോട്ട് ആ കമന്റ് വരരുത്. അപ്പോൾ ഇങ്ങനെ കരഞ്ഞു കഴിഞ്ഞാൽ കിട്ടില്ല എന്നാണ് ആ കുട്ടിക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ നമ്മളുടെ ആ ഒരു നിന്നുകൊണ്ട് നമ്മൾ ആ കുട്ടിയോട് ഒച്ച എടുത്തിട്ടോ കുട്ടീനെ അടിച്ചിട്ടോ പിടിച്ച് വലിച്ചുകൊണ്ടിട്ടോ ഒന്നല്ല ഇവിടെ കാര്യം. നമ്മൾ അവിടെ ഒന്ന് ഇരിക്കുക, മുട്ടിൽ ഇരുന്നിട്ട് നമ്മളെ കുട്ടിയുടെ ഫേസ് ടു ഫേസ് ആയിട്ട് ഇരുന്നുകൊണ്ട് കുട്ടിയോട് സ്വകാര്യം പറയുന്ന പോലെ പറയാം. അതായത് ഇങ്ങനെ വാശി പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇനി ഇങ്ങോട്ട് കൊണ്ടുവരില്ല, മോൾക്ക് ടോയോ ചോക്ലേറ്റ്സോ ഒന്നും ഞാൻ വാങ്ങിത്തരില്ല, വാങ്ങിത്തരണമെന്നുണ്ടെങ്കിൽ നല്ലപോലെ ഇരിക്കാൻ പറ്റുമെങ്കിൽ മാത്രം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ വാശി പിടിക്കുകയാണ് ഇതോടുകൂടി കഴിഞ്ഞു. ഇങ്ങനെ നമ്മൾ അവരെ തൊട്ടടുത്ത് ഇരുന്നുകൊണ്ട് അവരെ ഐ ലെവലിൽ ഇരുന്ന് അവർക്ക് മെല്ലെ പറയുകയാണെങ്കിൽ അവർക്ക് ഒരിക്കലും ട്രിഗർ ആവില്ല. നേരെ മറിച്ച് നമ്മൾ എന്താ ചെയ്യുക, തൊണ്ട കൊണ്ട് സംസാരിക്കാൻ നോക്കും. ഇന്ന റൂമിൽ നിന്ന് അപ്പുറത്തെ റൂമിലേക്ക് ഇവിടുന്ന് ഒച്ചട്ട് ഓളിടും. അങ്ങനെ സമയത്ത് എന്താ അവർക്ക് വീണ്ടും വാശി കയറും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ചെറിയ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഈ പ്രശ്നങ്ങൾ മാറും. അടുത്തത് ഈ പറഞ്ഞ 14 മുതൽ 21 വയസ്സ് വരെയുള്ള ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടൈമാണ്. ഈ ഒരു സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ പല ഹോർമോണൽ ചേഞ്ചസും വരുന്ന ഒരു സമയമാണ്. ആൺകുട്ടികൾക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന സമയം, പെൺകുട്ടികൾക്കാണെങ്കിലും ഈ പറയുന്ന പോലെ എന്താ പറയാ, നമ്മളോട് ഒന്നിനും ഒരു ഇഷ്ടമല്ലാത്ത പോലെ ഒരു ഭയങ്കരമായിട്ട് ഒരു മടി വരുന്ന ഒരു സമയമൊക്കെ ആയിട്ട് കാണാം. ഇതാണ് ഈ രണ്ടായിട്ട് പറഞ്ഞത്. ആൺകുട്ടികൾക്ക് പൊതുവെ ഭയങ്കരമായിട്ട് ദേഷ്യവും കാര്യങ്ങളും വരും, പെൺകുട്ടികൾക്ക് പൊതുവെ കാണുക വെച്ചാൽ കൂടുതലും മടി പോലെ വരിക.
അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ഹോർമോണൽ ബാലൻസും കാര്യങ്ങളൊക്കെ ആയിട്ടും അവർക്കും ഈ പറയുന്ന പീരീഡ് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇതൊക്കെ അവർക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആവുന്നതാണ്. അപ്പൊ നമ്മളത് മനസ്സിലാക്കി നിന്നുകൊണ്ട് ഈ പറഞ്ഞ പോലെ 14 വയസ്സ് മുതൽ 21 വയസ്സ് വരെ എന്ന് പറഞ്ഞാൽ അവരെ ഫ്രണ്ട് ആയിട്ടിരിക്കാൻ നോക്കുക. പിന്നെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പൊതുവെ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, ചിലവർ പറയും ഇങ്ങനെ വന്ന് പറയാറുണ്ട് നമ്മളെ ക്ലിനിക്കിലൊക്കെ വന്നിട്ട്, ഡോക്ടർ ഞാൻ ഭയങ്കരമായിട്ട്, ഇപ്പോൾ ഒരു ഫാദർ ആണ് പറയും ഞാൻ ഭയങ്കര സ്മാർട്ടാണ്, പക്ഷെ എന്റെ മോന് ഭയങ്കര പേടി പോലെയാണ്, അധികം ആൾക്കാരോട് സംസാരിക്കൊന്നുമില്ല എന്ന് പറയും. അപ്പൊ ഞാൻ പൊതുവേ പറയാറുള്ള ഒരു കാര്യമാണ്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഭയങ്കര ഇമ്പോർട്ടന്റ് പോയിന്റ് കേട്ടോ. അതായത് ആൺകുട്ടികൾ പൊതുവെ ഉമ്മാടെ അല്ലെങ്കിൽ മദറിന്റെ വീക്ക്നെസ് ആണ് കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുക. അതായത് അവിടുത്തെ മാതാപിതാക്കളിൽ ഉമ്മ അല്ലെങ്കിൽ മദർ, അമ്മ എന്ന് പറയുന്ന ഒരാളുടെ വീക്ക്നെസ് ആണ് ആൺകുട്ടിക്ക് കൂടുതൽ ഇൻഫ്ലുവൻസ് ആവുക. നേരെ മറിച്ച് ആ വീട്ടിലെ പെൺകുട്ടിക്ക് കൂടുതൽ ഇൻഫ്ലുവൻസ് ആവുക അവിടുത്തെ ഫാദറിന്റെ പോസിറ്റീവ് ആണ്. അപ്പോ നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണ്, ആ വീട്ടിലെ മദർ ഭയങ്കര സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവിടെയുള്ള ആൺമക്കളും സ്ട്രോങ് ആവും, സ്മാർട്ട് ആവും, കാര്യങ്ങളൊക്കെ ആയി വരും. നേരെ മറിച്ച് ഈ പറയുന്ന ആ വീട്ടിലെ അച്ഛൻ എത്രത്തോളം സ്ട്രോങ് ആണോ അത്രത്തോളം എന്തായി വരും, ആ വീട്ടിലെ മക്കള് പെൺമക്കളും സ്ട്രോങ് ആയി വരും. അപ്പൊ ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു സൈക്കോളജി. അതായത് ആ വീട്ടിലെ അമ്മയുടെ വീക്ക്നെസ് മോനിൽ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യും, അച്ഛന്റെ പോസിറ്റീവ് അവിടുത്തെ പെൺമക്കളിൽ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യും. ഈ കാര്യം മനസ്സിലാക്കി നമ്മളൊന്ന് ട്വീക്കിങ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളിൽ മാറും. അതായത് ആൺമക്കൾക്ക് പൊതുവെ ഉമ്മാന്റെ പേടി ഭയങ്കരമായിട്ട് കിട്ടും. കാരണം എന്താണ്, കൂടുതലും കാണാറുള്ള പ്രവാസിയായിട്ടൊക്കെ ഉള്ള അച്ഛനമ്മമാരാണ്. അതായത് അച്ഛനൊക്കെ പുറത്ത് ഒരുപാട് വർഷമായിട്ടുള്ളതാണ്, അധികം കൂടുതൽ ഇന്ററാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഈ പറയുന്ന ആൺകുട്ടി കൂടുതൽ ഇൻഫ്ലുവൻസ് ആയി ഉണ്ടാവുക വീട്ടിലുള്ള അമ്മയായിട്ടാണ്. അപ്പൊ അമ്മയുടെ വീക്ക്നെസ് ആണ്, അതായത് അമ്മയുടെ ഈ പറയുന്ന സ്ട്രെങ്ത്തിന് ഉപരി അമ്മക്ക് ഉണ്ടാവുന്ന പേടികൾ ഒരുപാട് ഉണ്ടാവും. ഇതൊക്കെയാണ് ഈ കുട്ടിയിലോട്ട് വരിക. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. പിന്നെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ മക്കളോട് നമ്മളൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ബിഹേവിയർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പൊതുവെ ഈ കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു നോർമലായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയൊക്കെയാണോ അവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു കൊടുത്തോ, പൊതുവെ പാരന്റ്സ് പറയുന്ന ഒരു കാര്യം, നിനക്ക് വേണ്ടി എന്തൊക്കെ ഞാൻ ചെയ്തു, അല്ലെങ്കിൽ നിന്നെ എത്ര നല്ല സ്കൂളിൽ ഞാൻ പഠിപ്പിച്ചില്ലേ, എത്ര നല്ല കാര്യങ്ങൾ ചെയ്തില്ലേ, ഇതൊക്കെ എടുത്തെടുത്ത് പറയും. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മളെ മക്കൾക്ക് വേണ്ടി ക്വാളിറ്റി ടൈമാണ്. നിങ്ങൾ അവരെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത്. അവർക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, അവർക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ. നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ടീനേജ് ആയിട്ടുള്ള മക്കൾ, ഒരു മിനിമം 10th ഒക്കെ കഴിഞ്ഞിട്ടുള്ള മക്കളാണെങ്കിൽ അവരോട് എപ്പോഴും ഉപദേശിക്കേണ്ടത്, അവരുടെ അച്ഛനോ അമ്മയോ പറയേണ്ട ഒരു കാര്യം ഇത്രേ ഉള്ളൂ, നിനക്ക് എന്ത് കാര്യം വേണമെങ്കിലും ചെയ്യാം, നിന്റെ യുക്തിക്ക് ശരിയാണോ തെറ്റാണോ എന്ന് നിനക്ക് തന്നെ ചിന്തിക്കാൻ പറ്റും. പക്ഷേ നീ ആ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ, മിസ്റ്റേക്ക് സാധാരണയാണ്, അത് സംഭവിക്കാം, പക്ഷെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് ആദ്യം വന്ന് പറയേണ്ടത് ഞങ്ങളോടാണ്. ഞങ്ങളോട് നീ അത് പറയാതെ അത് വേറെ ആരെങ്കിലും ആണ് ഞങ്ങളോട് പറയുന്നെങ്കിൽ ഒരു കാരണവശാലും ഞങ്ങളെ ഭാഗത്തുനിന്ന് ഒരു സപ്പോർട്ട് ഉണ്ടായിരിക്കില്ല എന്ന് നമ്മൾ പറയും തോറും അവർക്ക് എന്തായി മാറും എന്ന് വെച്ച് കഴിഞ്ഞാൽ, വീണ് കഴിഞ്ഞാൽ പിടിക്കാൻ ഒരാളുണ്ട് എന്നുള്ളൊരു വിശ്വാസം വരും, പ്ലസ് തെറ്റായിട്ടുള്ള ഒരു കാര്യം ചെയ്യരുത് എന്നുള്ളൊരു ബോധവും അവർക്ക് ഉണ്ടാവും. ഇങ്ങനെ വന്നാൽ മാത്രമേ, അതായത് മക്കളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇൻജക്ട് ചെയ്ത് കൊടുക്കേണ്ടത് മോറൽ വാല്യൂസ് ആണ്, വേറെ ഒന്നുമല്ല. അതായത് ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ സിഗരറ്റ് വലിക്കാനോ അല്ലെങ്കിൽ കള്ളു കുടിക്കാനോ ഡ്രഗിൽ അഡിക്റ്റ് ആവാനോ ഒക്കെ ഈ കുട്ടികൾക്ക് ഇന്നത്തെ കാലത്ത് ഭയങ്കരധികം ഇൻഫ്ലുവൻസ് ആവുന്ന കാലഘട്ടമാണ് ഇപ്പോൾ. പക്ഷെ ഇതുകൊണ്ട് എനിക്കൊരു ഗുണവും ഇല്ലാന്ന് ഈ മക്കൾക്ക് തോന്നുന്ന അന്ന് മുതൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അവര് തന്നെ ഇനി നോ പറഞ്ഞോളും. അപ്പോൾ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഞാൻ ഈ പറഞ്ഞ പോലെ 7 വയസ്സ് 7 വയസ്സ് 7 വയസ്സ് ഈ ഒരു 21 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ ഇത് കറക്റ്റ് ആയിട്ടാണ് ചെയ്യുന്നെങ്കിൽ അവർക്ക് ഒരു രീതിയിലും ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത രീതിയിൽ തന്നെ മുന്നോട്ട് പോവാൻ പറ്റുന്നുള്ളതാണ് അതിന്റെ ഒരു സത്യം. ഓക്കെ, അപ്പോൾ ഇതില് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് പല പല പ്രശ്നങ്ങളിലൂടെ ആയിരിക്കും നമ്മുടെ മക്കളും കടന്നു പോകുന്നുണ്ടാവുക. എപ്പോഴും പൊതുവെ പറയാറുള്ള ഒരു കാര്യമാണ്, അതായത് ഒരു കളിപ്പാട്ടം നഷ്ടപ്പെട്ട ഒരു കുട്ടിയുടെയും രാജ്യം നഷ്ടപ്പെട്ട രാജാവിന്റെ വേദന ഒന്നാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും ഇതിനിപ്പോ എന്താ ഇനി പ്രശ്നം ഈ ഒരു കാര്യം കൊണ്ട് എന്നുള്ളത്. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത് ആ ഒരു പ്രശ്നം വലിയൊരു പ്രശ്നം തന്നെയാണ്. ഒരു ചെറിയൊരു പുളിമരം, ഇപ്പൊ ഈ പുളിമരം ചെറുതായിട്ട് ഒരു വിത്തിൽ നിന്ന് ചെറുതായിട്ട് അത് വളർന്നു വരുന്ന സമയത്ത് നിങ്ങൾ ഒരു സൂചി എടുത്ത് കുത്തി വെക്കുക, അത് ചിലപ്പോ പിന്നെ അത് മുളക്കുന്നില്ല.
ഇനി ഇൻ കേസ് അത് മുളച്ചൊരു വലിയ മരമായി മാറിയാൽ പോലും അതിന്റെ അവിടെയുള്ള ആ പാട അവിടെ തന്നെ കിടക്കും, ആഴത്തിലുള്ളൊരു മുറിവായിട്ട്. അത് തന്നെയാണ് മക്കളിൽ ഉണ്ടാവുന്നത്. ഈ ആദ്യത്തെ 7 വയസ്സിൽ ഉണ്ടാവുന്ന ഓരോ കാര്യം അവരുടെ ഉള്ളിൽ ആഴത്തിൽ കിടക്കും. ചിലപ്പോൾ ആരെങ്കിലും കളിയാക്കിയതായിരിക്കാം, ചിലപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ഒരു ട്രോമ വന്നായിരിക്കാം കുട്ടിക്ക്, സ്കൂളിലൊക്കെ എന്തെങ്കിലും നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവില്ല ചിലപ്പോൾ. ആ കുട്ടിയുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും പോവില്ല. അപ്പൊ അത് നമ്മൾ എപ്പോഴാണ് അറിയാം? കുട്ടിക്ക് എന്തും നമ്മളോട് തുറന്നു പറയാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയാൽ മാത്രമേ കുട്ടികൾ അങ്ങനെ ചെയ്യുള്ളൂ. അപ്പൊ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അവർക്ക് സേഫ് ആയിട്ടുള്ള ഒരുപാട് ഇടങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. ഞാൻ ചെറിയൊരു കാര്യം കാണിക്കാം. ഇപ്പൊ കാണുന്നുണ്ടോ അത്? കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ ചെറിയൊരു സ്ലൈഡ് പോലത്തെ കാര്യം ഞാൻ കാണിക്കുകയാണ്. അതായത് നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മുടെ മക്കൾക്ക് ഒരു സേഫ് ആയിട്ടുള്ള ഒരു എൻവിറോൺമെന്റ് നമ്മൾ ഉണ്ടാക്കാനാണ് പൊതുവെ നമ്മൾ ശ്രദ്ധിക്കുക, അല്ലെ? അപ്പൊ അവര് എങ്ങനെയാണ് അവർക്ക് ഒരു സേഫ് ആയിട്ടുള്ള എൻവിറോൺമെന്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക? അവർക്ക് നമ്മൾ അത്യാവശ്യം വാല്യൂ കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് മെയിൻ ആയിട്ട് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പൊ ഇവിടെയാണ് നിങ്ങൾ എപ്പോഴും ആലോചിക്കേണ്ടത്, ശരിയാണ് നമ്മുടെ മക്കളാണ് എന്ന് വിചാരിച്ചിട്ട് അവരൊരു ഇൻഡിവിജ്വൽ അല്ലാത്ത രീതിയിൽ അവരെ ട്രീറ്റ് ചെയ്യരുത്. പിന്നെ അതേപോലെ എപ്പോഴും പൊതുവെ കാണുന്ന വേറൊരു കാര്യമാണ്, ചിലപ്പോ അവര് ചിലപ്പോ അവിടുത്തെ അച്ഛനമ്മക്ക് ചിലപ്പോ കാപ്പി ഇഷ്ടം ഉണ്ടായിരിക്കില്ല, അവർ ചിലപ്പോൾ പൊതുവെ ചായ ആയിരിക്കും ഇഷ്ടം. പക്ഷെ ഈ കുട്ടിക്ക് ചിലപ്പോൾ കാപ്പി ആയിരിക്കും ഇഷ്ടം. ഹോട്ടലിൽ പോയിട്ട് ഈ കുട്ടിയോട് ഇവർക്ക് ചിലപ്പോ ഈ പറയുന്ന കാപ്പി ഇഷ്ടമല്ലാത്തതിന് പല റീസൺ ഉണ്ടായിരിക്കും, പക്ഷെ ആ കുട്ടിക്ക് ഇഷ്ടം അതാണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടത് ആ കുട്ടിയുടെ ഇഷ്ടം എന്താണ് അത് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരാൾക്കും ഒരു നഷ്ടം ഉണ്ടാവാൻ പോണില്ലല്ലോ. അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ പെട്ടെന്ന് നിങ്ങൾ പുറത്തേക്ക് പോകാൻ നിൽക്കുകയാണ്, ആ സമയത്ത് ആ കുട്ടി ഒരു ഡ്രസ്സ് ഇട്ട് വന്നു. അപ്പൊ അത് ചിലപ്പോൾ പുതിയ ഡ്രസ്സ് ആയിരിക്കാം, അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കില്ല. പക്ഷെ അത് പുതിയ ഡ്രസ്സാണ്, കുഴപ്പമൊന്നുമില്ല, അത് അവന്റെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതിനെ അനുവദിച്ചു കൊടുക്കുക. അതൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഈ പറയുന്ന സേഫ് ആയിട്ടുള്ള ഒരു പ്ലേസ് നമുക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടത് അവരെ ഒരു കോൺഫിഡന്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഫിസിക്കലി ഇമോഷണലി ഹെൽത്തി ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ആക്കി എടുക്കാനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കേണ്ടത്. അതായത് എന്തുകൊണ്ടാണ് ഇമോഷണലി ഹെൽത്തി എന്ന് പറയാൻ കാരണം, ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ നമ്മുടെ മക്കളെ നമ്മൾ ഏറ്റവും കൂടുതൽ പഠിപ്പിക്കേണ്ട ഒരു കാര്യം ഇമോഷണൽ ഇന്റലിജൻസ് ആണ്. അതായത് പല പ്രശ്നങ്ങൾ വരുമ്പോഴും പൊട്ടിത്തെറിക്കാൻ എല്ലാവർക്കും എളുപ്പമാണ്. പക്ഷെ ആ സമയത്ത് നമ്മൾ മനസ്സിലാക്കി, ഓക്കെ, ഈ ഒരു സമയത്ത് ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഈ സമയത്ത് ഞാൻ കുറെ ഇമോഷൻസ് ഔട്ട് ബേസ്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ, അല്ലെങ്കിൽ ഞാൻ എന്ത് ഒരു റീസൺ ആണ് എടുക്കേണ്ടത്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ വൈഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എന്നാൽ നമ്മൾ വിചാരിക്കും എന്താണ് നമ്മുടെ മക്കൾക്ക് എന്താ പ്രശ്നം, അവർക്ക് ഒരു കുഴപ്പമില്ലല്ലോ എന്നൊക്കെ. പക്ഷെ ഇതിന്റെ ഒക്കെ പ്രശ്നം ഇപ്പോഴല്ല അറിയാം. ഞാൻ ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. സേഫ് ആയിട്ടുള്ള എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ പൊതുവെ എന്റെ ഫാമിലിയിൽ എന്റെ സിസ്റ്റേഴ്സിന്റെ കുട്ടികളോടാണെങ്കിലും അപ്പൊ സിസ്റ്റേഴ്സിനോടൊക്കെ ഏറ്റവും കൂടുതൽ ഞാൻ പറയുന്ന ഒരു കാര്യമാണ് എന്ത്, കുട്ടികൾക്ക് ഫോണ്, ഈ പറയുന്ന നമ്മൾ മനസ്സിലാക്കാത്തൊരു കാര്യം, ഇത്രയും അധികം സോഷ്യൽ മീഡിയ ഒക്കെ നമ്മളിലോട്ട് എത്തിച്ചിരിക്കുന്ന ഇത്രയും വലിയ വലിയ കമ്പനികളുടെ ഫൗണ്ടേഴ്സ് ഒന്നും അവരെ സ്വന്തം മക്കളെ ഈ പറയുന്ന സ്ക്രീൻ, അതായത് പോക്കറ്റ് ഇൻ ഇന്റർനെറ്റ്, അതായത് മൊബൈൽ എന്ന് പറയുന്ന ഒരു സംഭവം ഒരിക്കലും അവരെ കൊണ്ട് തൊടിയിക്കുന്ന പോലുമില്ല. മിനിമം 10 വയസ്സ് പോലും കഴിയാതെ. ആ സമയത്താണ് നമ്മൾ ഇവിടെ ഇരുന്ന് പറയുന്നത്, കുട്ടി ജനിച്ച് ഒരു വയസ്സ്, 1.5 വയസ്സ്, 2 വയസ്സാകുമ്പോഴത്തേനും കുട്ടി ടാബൊക്കെ എടുക്കുന്നു, പ്ലേ സ്റ്റോറിൽ നമ്മൾക്ക് പോലും അറിയാത്ത കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യുന്നു, യൂട്യൂബിൽ ഇഷ്ടമുള്ള വീഡിയോ എടുത്ത് കാണുന്നു. ഇതൊക്കെ വലിയ ഒരു എന്തോ വലിയ കാര്യം ചെയ്യുന്ന പോലെ പറയുന്ന പാരന്റ്സിനോട് എനിക്ക് എത്രേ പറയാനുള്ളൂ, നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരാണ്. അതായത് ആ കുട്ടികൾ എന്നല്ല, നമ്മളും എന്തൊരു സംഭവമാണെങ്കിലും നമുക്കത് കൂടുതൽ കൂടുതൽ യൂസ് ചെയ്യാനുള്ള അവസരം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിൽ എക്സൽ ചെയ്യും. പക്ഷെ നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടത് നമ്മളെ മക്കളുടെ ബ്രെയിനിന്റെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ 8 വയസ്സ് വരെയൊക്കെ ഉള്ളൂ. ഈ ഒരു സമയത്ത് നിങ്ങൾ ഈ ഫോണും കാര്യങ്ങളൊക്കെ കുട്ടിയോട് കൊടുക്കുന്ന സമയത്ത് അവർക്ക് ഉണ്ടാവുന്ന ഇഷ്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വലുതാണ്. ഒന്ന് ആലോചിച്ചാൽ മതി, നമ്മൾക്ക് തന്നെ ഇടയ്ക്ക് ഉണ്ടാവുന്ന തലവേദന, അല്ലെങ്കിൽ ഈ പറയുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ, മക്കളുടെ ബ്രെയിൻ പ്രോപ്പർ ഡെവലപ്മെന്റ് ആയിട്ടില്ല. ഈ സമയത്ത് ഈ ഫോണിൽ നിന്ന് വരുന്ന റേഡിയേഷൻ എത്രത്തോളം പ്രശ്നമാണെന്നറിയോ? എന്നിട്ടാണ് ഈ കുട്ടിക്ക് ഭക്ഷണം കഴിക്കില്ല,
ഫോൺ ഇല്ലെങ്കിൽ കുട്ടി ഭക്ഷണം കഴിക്കില്ല, അല്ലെങ്കിൽ കരയും, കുട്ടി ഉറങ്ങണമെങ്കിൽ ഇത് കൊടുക്കണം. ഇതൊക്കെ പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈസി വേ കാണാണ്. ഇങ്ങനെ ഉണ്ടാവുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ക്ലിനിക്കിലൊക്കെ വരുന്ന ഒരുപാട് കുട്ടികളുടെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. പറയുമ്പോൾ ഈ കുട്ടി 18 വയസ്സായിട്ടുണ്ടാവും. 18 വയസ്സില് കുട്ടി 8 വയസ്സിന്റെ പക്വത കാണിക്കുന്നുള്ളെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ കുട്ടി വെറും 18ാമത്തെ വയസ്സിൽ 8 വയസ്സിന്റെ പക്വത. ഇത് ഇനി കാണാൻ പോകുന്നേ ഉള്ളൂ, കാരണം ഇപ്പോഴത്തെ ജനറേഷൻ വളർന്നു വരുന്നേ ഉള്ളൂ. ഈ ഈ ഇഷ്യൂ നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ അടുത്ത ചിലപ്പോൾ ഒരു 10 വർഷം കൂടി കഴിയും. എന്തുകൊണ്ടാണ് ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് ഇത്രയും വലിയ കാര്യം? ഒരിക്കലും ഒരു കാരണവശാലും ചെറിയ മക്കൾക്ക് മിനിമം 10 വയസ്സ് വരെയെങ്കിലും നമ്മൾ പോക്കറ്റിന് ഇന്റർനെറ്റ്, അതായത് ഫോൺ കയ്യിൽ കൊടുത്ത് ഗെയിം കളിക്കുക, ഈ സംഭവം ചെയ്യാൻ പാടില്ല. അവർക്ക് എന്തെങ്കിലും കമ്പ്യൂട്ടർ ബന്ധപ്പെട്ട് സ്കൂളിൽ എന്തെങ്കിലും പഠനം ബന്ധപ്പെട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനൊരു ഡെസ്ക്ടോപ്പോ അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പോ അറേഞ്ച് ചെയ്ത് വെച്ച് ഇന്ന ടൈമിന്റെ ഉള്ളിൽ കുട്ടികൾക്ക് പോയിരുന്ന് പഠിക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കണം. അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം. ഇല്ലാതെ ഈ കുട്ടി ഭക്ഷണം കഴിക്കണമെങ്കിൽ ഇന്നത് വേണം, ഇന്ന കാര്യം വേണമെങ്കിൽ ഇന്നത് വേണം എന്ന് പറയുമ്പോൾ നിങ്ങളോട് എനിക്ക് ഒരു കാര്യം ചോദിക്കാനുള്ളൂ. ഈ കുട്ടി അടുക്കളയിൽ പോയിട്ട്, ഒരു ചെറിയ കുട്ടി അടുക്കളയിൽ പോയിട്ട് കത്തി എടുത്ത് കളിക്കാന്ന് വിചാരിച്ചോ? നിങ്ങൾ വിചാരിക്കുവോ ഇത് മേടിച്ചു കഴിഞ്ഞാൽ കുട്ടി കരയും, അതുകൊണ്ട് മേടിക്കാതിരിക്കുവോ? നിങ്ങൾ എന്താ ചെയ്യാ? തഞ്ചത്തിലൊക്കെ പോയി ഒന്നും കുഴപ്പമില്ല, അവരറിയാത്ത രീതിയിൽ ആ കത്തി മേടിച്ചെടുക്കും, ഇല്ലേ? കത്തിയേക്കാളും ഡേഞ്ചർ ആണിത്. ഫിസിക്കൽ വൂണ്ടാണ് ഒരു കത്തി കാരണം ഉണ്ടാവുന്നെങ്കിൽ മൊബൈലോ അല്ലെങ്കിൽ സ്ക്രീനോ കാരണം ഉണ്ടാവുന്നത് മെന്റൽ വൂണ്ടാണ്. ഇത് കുട്ടികൾക്ക് ഒരുപാട് വർഷം കഴിഞ്ഞാൽ അറിയുള്ളൂ. അപ്പൊ ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു ഹെൽത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ഇത് ചെയ്യണം. പക്ഷെ ഇത് പൊതുവെ ആൾക്കാർക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവുന്നില്ല. ഇത് ഭയങ്കര അധികം ട്രോമ ഉണ്ടാക്കും. ഇങ്ങനെ ഭയങ്കര അഡിക്റ്റഡ് ആയിട്ടുള്ള കുട്ടികളിൽ നിന്ന് പെട്ടെന്ന് ഈ ഫോണൊന്ന് മേടിച്ചു വെച്ച് നോക്കിയാൽ അവർക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഇപ്പൊ ഒന്നും വേണ്ട. 2025 തന്നെ വെറുതെ ആലോചിച്ച് നോക്കിയാൽ മതി, എത്ര ഫാമിലിയിലാണ് നമ്മളിപ്പോ ഒരുപാട് പ്രശ്നങ്ങൾ കണ്ടത്. സ്വന്തം ഉമ്മാനെ കൊല്ലുന്ന മക്കള്, അല്ലെങ്കിൽ സ്വന്തം അമ്മയെ അല്ലെങ്കിൽ സ്വന്തം അച്ഛനായിട്ട് പ്രശ്നം ഉണ്ടാവുന്നത്. ഇതൊക്കെ ഉണ്ടാവുന്നത് എവിടുന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം മുതലേയുള്ള ഇങ്ങനെയുള്ള അഡിക്ഷൻസ്, അതായത് ഞാൻ വിചാരിച്ച അത് എനിക്ക് കിട്ടണം, ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് പറ്റില്ല എന്നുള്ള ഒരു തോന്നൽ കുട്ടികൾക്ക് ചെറുപ്പം മുതലേ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് മാറ്റിയെടുക്കാൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ കുട്ടികൾക്ക് ഒരു സേഫ് ആയിട്ടുള്ള സ്പേസ് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുക. അതൊക്കെ അത്രയും അധികം നിങ്ങളുടെ സ്വന്തം ഫാമിലിയിൽ അത്രയും ചെറിയ മക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ള കാര്യം അതാണ്. ഒരു കാരണവശാലും നിങ്ങൾ ചെയ്യുന്നത് ഏറ്റവും വലിയ തെറ്റാണ്. മിനിമം 10 വയസ്സ് വരെയെങ്കിലും അവർക്ക് ഫോൺ കൊടുക്കരുത്. അപ്പോൾ നമ്മൾക്ക് എന്ത് പറയാൻ എളുപ്പമാണ് അല്ലേ, ചെയ്യരുതെന്ന് പറയാൻ. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ മക്കള് നമ്മൾ പറയുന്നതല്ല കേൾക്കുന്നത്, നമ്മൾ ചെയ്യുന്നതാണ്. നിങ്ങൾ എപ്പോഴും പറയുന്നുണ്ടാവും ബുക്ക് വായിക്ക്, അല്ലെങ്കിൽ വല്ലതും വായിച്ചൂടെ, എന്തിനാ എപ്പോഴും ടി വി കണ്ടിരിക്കണം. പക്ഷെ ആ കുട്ടി എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം എന്താണ്? നിങ്ങൾ ആസ് എ പേരന്റ് ടി വി കണ്ടുകൊണ്ടിരിക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളൊരു ബുക്ക് വായിച്ചിട്ട് എത്ര വർഷമായിട്ട് എന്ന് ചോദിച്ചു നോക്കി നോക്ക്. അപ്പൊ എങ്ങനെ ആ കുട്ടി വേറെ പുതിയതെടുത്ത് ചെയ്യുന്നു? നമ്മൾ ചെയ്യുന്ന കാര്യമാണ് കുട്ടി ചെയ്യുള്ളൂ. അല്ലാണ്ട് ഒരിക്കലും ആ കുട്ടിക്ക് ഒരിക്കലും ഇന്നത് ചെയ്യണം എന്നുള്ള തോന്നൽ പോലും വരില്ല. ഇതൊക്കെ ഭയങ്കര ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ ചെയ്യുന്ന കാര്യമാണ് കുട്ടി നോക്കിക്കൊണ്ടിരിക്കുന്നത്. കുട്ടികൾ നമ്മൾ വാക്കുകൊണ്ട് പറയുന്നതല്ല ശ്രദ്ധിക്കുന്നത്, അവര് നമ്മൾ എന്താ ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ നോക്കുന്നത്. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി ഒരു നോർമൽ ആയിട്ട് ഇപ്പൊ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഒരു സേഫ് സ്പേസ് ഒരു കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടി നോക്കുന്നത്? എന്തൊക്കെ വേണം? ഫിസിക്കൽ സേഫ്റ്റി. എന്താണ് ഫിസിക്കൽ സേഫ്റ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ഉണ്ടാവുന്ന ത്രെറ്റുകൾ. ഏറ്റവും കൂടുതൽ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും നമ്മുടെ മക്കൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫാമിലിയിൽ വരെ സേഫ് ആണ്. ഒരിക്കലും അല്ല. ഇപ്പോൾ ഉള്ള സ്റ്റഡീസ് അല്ലെങ്കിൽ നമ്മുടെ ക്ലിനിക്കിലൊക്കെ വരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് അത്രയും ചെറിയ പ്രായത്തില് കുട്ടികളുടെ സ്വന്തം ഫാമിലിയിലുള്ള സ്വന്തം ഉമ്മാന്റെ അനിയൻ അല്ലെങ്കിൽ സ്വന്തം ഉപ്പാന്റെ അനിയൻ അല്ലെങ്കിൽ സ്വന്തം വേറെ ഫാമിലിയിലുള്ള ആൾക്കാർ, നൈബേഴ്സ്, ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ കുട്ടിയെ സെക്ഷലി ഈ പറയുന്ന കുട്ടിക്ക് ഒരു ട്രോമ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളതാണ്. ഒരു ബാഡ് ടച്ച് മാത്രം മതി കുട്ടിക്ക് എപ്പോഴും ഒരു ട്രോമ വരാനായിട്ട്. നമ്മളെപ്പോഴും പറയണം OCD കാര്യം പറയാറുണ്ടല്ലോ, ഭയങ്കര വൃത്തിയുള്ള ആൾക്കാരെന്നൊക്കെ. ഇവർക്കൊക്കെ ഇങ്ങനെ ട്രോമ എവിടുന്നാണ് വരുന്നത്? പണ്ട് ചെറുപ്പത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാര്യങ്ങൾ വന്നിട്ട് നമ്മളെപ്പോഴും ഒരു ശുദ്ധി ഇല്ല എന്നുള്ള ഒരു തോന്നലൊക്കെ അവർക്ക് വരുന്ന സമയത്തൊക്കെയാണ് ഇവരിങ്ങനെ ഭയങ്കരമായിട്ടൊക്കെ വരുന്നത്. ഇതിന്റെയൊക്കെ റീസൺസ് ഭയങ്കര വലുതാണ്. നമ്മളെപ്പോഴും ആലോചിക്കേണ്ടത് നമ്മളെ മക്കളുടെ കാര്യങ്ങൾ, അത് ആൺമക്കളിലും കൂടിയാണ്. ഇത് വെറും പെൺകുട്ടികൾക്ക് കൂടി മാത്രമല്ല പറയുന്നത്. ഗുഡ് ടച്ചും ബാഡ് ടച്ചും ഒക്കെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഉള്ള കാര്യം തന്നെയാണ്. അതൊക്കെ നമ്മൾ പണ്ട് മുതലേ മനസ്സിലാക്കി അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും
അവർക്ക് നമ്മളടുത്ത് വന്ന് പറയാൻ പറ്റണം. ഓക്കെ, ഏതെങ്കിലും ബാഡ് ടച്ച് ആയിട്ട് ആരെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ നോ എന്ന് പറയാൻ അവരെ പഠിപ്പിക്കണം. അല്ലെങ്കിൽ അതിനേക്കാളും മേലോട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടുകാരോട് അത് പറയാൻ അവരെ കൊണ്ട് പറ്റണം. അതൊക്കെ അവർക്ക് പറയാൻ പറ്റണമെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നുള്ള അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതേപോലെ തന്നെ അവർക്ക് ഓരോ ടൈമിലും നിങ്ങൾ പറഞ്ഞു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഒരിക്കലും, ഫോർ എക്സാമ്പിൾ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കൊക്കെ ഒരിക്കലും സ്കൂളിലൊന്നും ഒരു ടീച്ചർമാരും പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ വെറുതെ ഒന്ന് ആലോചിച്ചാൽ മതി. ആ സമയത്ത് അവര് പറയാവുന്ന കാര്യം വെച്ചാൽ അത് വെറുതെ വായിച്ചു നോക്കിയാൽ മതി എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ പറയുന്ന സമയത്ത് നമ്മളെ മക്കൾക്ക് റൈറ്റ് ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ ആണോ കിട്ടുന്നുള്ള എന്താണ് ഉറപ്പ്? ഇത് ചിലപ്പോൾ വേറെ ആ സ്കൂളിലെ വേറെ സീനിയറോടോ വേറെ ആൾക്കാരോടോ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അവർ പറഞ്ഞു കൊടുത്തിട്ടുള്ള ഇൻഫോർമേഷൻ പ്രോപ്പർ ആണെന്നുള്ള എന്താണ് ഉറപ്പ്? അപ്പൊ നമ്മൾ നാണിച്ചിരിക്കല്ലേ വേണ്ടത്. നമ്മളെ മക്കളോട് നമ്മൾ തന്നെ ഓപ്പൺ ആയിട്ട് സംസാരിക്കണം. അവരോട് പറഞ്ഞു കൊടുക്കണം ഇങ്ങനത്തെ ഒക്കെ ഇഷ്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ ഇതാണ് ഗുഡ് ടച്ച്, അല്ലെങ്കിൽ ഇതാണ് ബാഡ് ടച്ച്, അല്ലെങ്കിൽ ഇങ്ങനെ പീരിയഡ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഇങ്ങനത്തെ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കൊടുക്കാതെ വേറെ ആരെങ്കിലും പറഞ്ഞു, നമ്മുടെ മക്കളുടെ അടുത്ത് നമ്മൾക്കുള്ള കൺസേൺ ഒരിക്കലും അവിടെയുള്ള ടീച്ചർക്ക് ഉണ്ടാവില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇതൊക്കെ ഒരു ഫിസിക്കൽ സേഫ്റ്റിയിൽ വരുന്നതാണ്. അപ്പൊ നമ്മളുടെ ഒരു ചെറിയൊരു നെഗ്ലിജൻസ് കാരണം നമ്മുടെ മക്കൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവരുത് എന്നുള്ളതാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ട കാര്യം. പിന്നെയുള്ള ഒരു കാര്യം എന്താണ്? സോഷ്യൽ സേഫ്റ്റി. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോഷ്യൽ സേഫ്റ്റി എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ മക്കൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ പറഞ്ഞു അതിന്റെ ഡേഞ്ചർ കാര്യങ്ങളും പറഞ്ഞു, അതിന്റെ ഒപ്പം തന്നെ മക്കൾക്ക് വളരാനും ആവശ്യമുള്ള ഒരു കാര്യമാണ് എന്ത്? സപ്പോർട്ടീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഒരു ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ വിനീത് ശ്രീനിവാസനെ അറിയണ്ടായിരിക്കും, സിനിമാ നടനായിട്ടുള്ള ശ്രീനിവാസന്റെ മോൻ. അപ്പോൾ അവരുടെ ഇപ്പോൾ ഒരു റീസെന്റ് ആയിട്ട് ഒരു മൂവി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, വിനീത് ശ്രീനിവാസന്റെ ഒരു ജാതി ജാതകം എന്ന് പറയുന്നത്. അത് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് അവരെ സ്വന്തം മാമനാണ്, അതായത് അവരെ അമ്മയുടെ അനിയനെന്തോ ആണ്. അതേപോലെ അത് തിരക്കഥ എഴുതിയിരിക്കുന്നത് അവരുടെ വീട്ടിലെ തന്നെ അവരുടെ കസിനാണ്. അപ്പോ എന്നിട്ട് അതില് ആ പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ പറഞ്ഞ മോഹൻ എന്ന് പറയുന്ന ഡയറക്ടർ ഇതിലിങ്ങനൊക്കെ ആവാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും കൂടുതൽ ഒരു കാരണക്കാരൻ ഈ പറയുന്ന മാമനാണെന്നാണ് പറയുന്നത്. അപ്പോൾ ആ കുട്ടി അവർക്ക് ഇപ്പൊ നമ്മൾ ആലോചിക്കുമ്പോൾ എന്താണ്, ഓക്കെ അത്രയും വലിയൊരു ഫാമിലി, പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷെ ശ്രീനിവാസന്റെ ഭാഗത്തു നിന്നുള്ള ഇൻഫ്ലുവൻസിനേക്കാളും കൂടുതൽ കിട്ടിയിട്ടുള്ളത് എവിടുന്നാണ്? ആ കുട്ടികൾക്ക് ആ മാമൻ എന്ന് പറയുന്നത്, അതായത് കഥ പറയുമ്പോൾ എന്നുള്ള പടം ഡയറക്ട് ചെയ്തൊരു വ്യക്തിയാണ്. അതേപോലെ തന്നെ അരവിന്ദന്റെ അതിഥികൾ എന്ന് പറഞ്ഞ പടമൊക്കെ ഡയറക്ട് ചെയ്ത വ്യക്തിയാണ് ഈ പറയുന്ന മോഹൻ എന്ന് പറയുന്ന ഇവരെ മാമൻ. അപ്പൊ അവിടുന്നാണ് ഇൻഫ്ലുവൻസ് വന്നിരിക്കുക. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത് എന്താണ്? നമ്മളെ മക്കളുടെ കാര്യങ്ങളിലും നമ്മൾക്ക് അത്രയും സപ്പോർട്ടീവ്, അത്രയും നമുക്ക് അത്രയും ട്രസ്റ്റബിൾ ആയിട്ടുള്ള സോഴ്സ് ആണെന്നുണ്ടെങ്കിൽ ആ പറയുന്ന വ്യക്തികളൊക്കെ ആയിട്ട് അവർക്ക് കൂടുതൽ കണക്ട് ആവാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അത് ചിലപ്പോൾ സ്കൂളിലുള്ള നല്ലൊരു ടീച്ചർ ആവാം, ചിലപ്പോൾ നമ്മളുടെ ഫാമിലിയിൽ തന്നെയുള്ള പല മേഖലയിലുള്ള ആൾക്കാരായിരിക്കാം. അപ്പൊ അതൊക്കെ ചിലപ്പോൾ അപ്പൊ അതുപോലെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ സോഷ്യൽ സേഫ്റ്റി ഉറപ്പുവരുത്തിക്കൊണ്ട് അങ്ങനെയും കണക്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, അവർക്ക് കണക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റണം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ ഇമോഷണൽ സേഫ്റ്റി, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പൊ നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പല വിഷമങ്ങളും ഉണ്ടായിരിക്കും. നേരത്തെ പറഞ്ഞു അവർക്ക് ഉണ്ടാവുന്ന ചെറിയ വിഷമങ്ങൾ പോലും നമ്മൾ അയ്യേ ഇതിനൊക്കെ എനിക്ക് അറിയാൻ നിൽക്കണം, അയ്യേ ഇതൊന്നും നിനക്കൊന്നും വേറെ കാര്യമില്ല, ഇതൊക്കെ എന്തിനാ നീ ഇവിടെ വന്ന് പറയണം എന്നൊക്കെ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് എപ്പോഴും നമ്മൾ ജഡ്ജ് ചെയ്യുമെന്ന് വിചാരിച്ച് നമ്മളോട് ഒരിക്കലും ഓപ്പൺ ആവില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ മക്കൾക്ക് നമ്മളോട് എന്തും വന്ന് തുറന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റണം, എല്ലാ രീതിയിലും നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മൂന്ന് സേഫ്റ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഫിസിക്കൽ ആയിട്ടുള്ള സേഫ്റ്റി, സോഷ്യൽ ആയിട്ടുള്ള സേഫ്റ്റി, ഇമോഷണൽ ആയിട്ടുള്ള സേഫ്റ്റി. ഇത് ഇന്ന പ്രായം എന്നുള്ള രീതിയിലല്ല നമ്മൾ പക്ഷെ ആലോചിക്കേണ്ട ഒരു കാര്യം. ഇവിടെയുള്ള പൊതുവെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ നാട്ടിലെ മാതാപിതാക്കൾ കുട്ടികളെ വളർത്തുന്നത് നിർത്തുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇവരുടെ മരണം വരെ നിന്റെ കുട്ടിയാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക. പുറം രാജ്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ കറക്റ്റ് 18 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കണം. ഈ കുട്ടി വല്ല സമ്മർ ജോബിനോ, അതായത് ഈ പറയുന്ന വെക്കേഷൻ സമയത്തൊക്കെ തന്നെ ഈ കുട്ടികൾ പല സ്ഥലത്തും വർക്ക് ചെയ്തു തുടങ്ങും. അവർക്ക് കിട്ടുന്ന എമൗണ്ട് കൊണ്ടായിരിക്കണം അവരെന്ത് ചെയ്യേണ്ടത്, താമസിക്കേണ്ടത്. അങ്ങനെ വരുമ്പോ എന്തായി മാറും? 18ാമത്തെ വയസ്സിൽ തന്നെ സ്വന്തം കാര്യത്തിൽ നോക്കി ചെയ്യുന്ന രീതിയിലായി മാറും. അവർക്ക് ഇടയ്ക്കൊക്കെ വന്ന് സ്വന്തം വീട് വിസിറ്റ് ചെയ്യാം, അച്ഛനും അമ്മയും കാണാം. നേരെ മറിച്ച് നമ്മുടെ നാട്ടിൽ ഉണ്ടാവുന്ന കാര്യം എന്താണ്? ചിലപ്പോൾ 26, 27, 28 വയസ്സായിട്ട് ജോലി കിട്ടാത്ത ആൾക്കാർ അതേ വീട്ടിൽ ഇരിക്കുന്നുണ്ടാവും. അങ്ങനെ ഇരിക്കാനുള്ള കാരണം എന്താണ്? ഈ പാരന്റ്സ് തന്നെയാണ്. അവർക്ക് ആ വേണ്ട സമയത്ത് അവരെ
പറഞ്ഞയക്കാൻ അല്ലെങ്കിൽ ആ രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്യാത്തതിലാണ് ആ പ്രശ്നം വരുന്നത്. ആ ഒരു സമയത്ത് നമ്മൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാൻ പറയുന്നത് വേണം. എന്നിട്ട് നിന്റെ സ്വന്തം രീതിയിൽ നിനക്ക് നിൽക്കാൻ പറ്റണമെന്ന് പറയണം. എങ്കിൽ മാത്രമേ നമ്മുടെ കൺമുന്നിൽ നിന്നുകൊണ്ട് അവർ സ്ട്രഗിൾ ചെയ്ത് ലൈഫ് പഠിച്ച് മുന്നോട്ട് പോവുള്ളൂ. നേരെ മറിച്ച് ഇവിടെ എന്ത് ചെയ്യും? ആണോ ജോലി കിട്ടിയില്ലേ, കുഴപ്പമില്ലടാ 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 എന്ന് പറഞ്ഞ് ഈ കുട്ടി കംഫർട്ട് സോണിലോട്ട് വരും. ആ യുവാവായി മാറും, വലിയ ആൾക്കാരായി മാറും. താൻ എന്ത് ചെയ്യാം, സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലോട്ട്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. അതേപോലെ പിന്നെയുള്ള ഒരു പ്രശ്നം എന്താണ്, ഈ ഒരു പറയുന്ന ഒരു കുട്ടി പണ്ട് മുതലേ ചിലപ്പോൾ അവർക്ക് പോക്കറ്റ് മണി എന്ന് പറഞ്ഞ ഒരു സംഭവം ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടായിരിക്കില്ല. ശരിക്കും നമ്മൾ ആഴ്ചയിൽ ഒന്നെങ്കിൽ ഒരു 50 രൂപയോ, അതായത് കുട്ടികളുടെ പ്രായത്തിനനുസരിച്ചിട്ട് 50, 100, 200 ഇങ്ങനെ അവർക്ക് നമ്മൾ കൊടുക്കണം, അവരുടെ എന്തെങ്കിലും ആവശ്യത്തിന് അവർക്ക് മേടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവരുടെ ഉള്ളിൽ തന്നെ ഒരു സേവിങ് ഹാബിറ്റ് നമ്മൾ വളർത്തിയെടുത്തില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഒരിക്കലും മണി മാനേജ്മെന്റ് എന്ന് പറയുന്ന സംഭവം ഉണ്ടാവില്ല. ഇവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. എന്നിട്ട് എന്തായി മാറും, അവസാനം അവർക്ക് പെട്ടെന്ന് ഒരു ജോലി കിട്ടുന്ന സമയത്ത് അവർക്ക് പൈസ കിട്ടുമ്പോൾ എന്തൊക്കെ മേടിക്കണം അല്ലെങ്കിൽ എന്തൊക്കെ എങ്ങനെയൊക്കെ ചെലവാക്കണം എന്ന് അവർക്ക് അറിയാത്തൊരവസ്ഥയിലോട്ട് എത്തും. എന്നിട്ട് നമ്മൾ പറയും എന്താണ്, അവർക്ക് ദൂർത്താണ്, അവർക്കൊരു മണി സ്പെൻഡ് ചെയ്യാൻ അറിയില്ല. ഇതുപോലെ അത് പഠിപ്പിച്ചാലേ അവർക്ക് അറിയുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഇനിയിപ്പോ ഒരു ഫാമിലിയുടെ റോൾ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ അവർക്ക് എന്ത് ചെയ്യണം, അവർക്ക് വേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്, അവർക്ക് വേണ്ട അവരെ പരിഗണിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. അവരെ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. നിങ്ങൾ എന്തെങ്കിലും ഒരു ഡിസിഷൻസ് എടുക്കുമ്പോഴൊക്കെ കുട്ടികളോട് കൂടി ചോദിക്കുക. ചിലപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം, ചിലപ്പോൾ വീട്ടിലൊരു പെയിന്റ് പണി നടക്കുകയാണ്. അപ്പോൾ കുട്ടികളോടും കൂടി ചോദിക്കുക, ഈ പെയിന്റ് അടിച്ച ഭംഗി ഉണ്ടാവും. ചിലപ്പോൾ അവർ ചിലപ്പോൾ പറയണതൊക്കെ അവർക്ക് ചിലപ്പോൾ മഞ്ഞയും പച്ചയും ചോപ്പൊക്കെ ആയിരിക്കും, അത് പോസിബിൾ ആയിരിക്കില്ല എന്ന് നമുക്കറിയാം. പക്ഷെ എങ്കിൽ പോലും അവരെയും കൂടി ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. നമ്മളൊരു തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് ഓക്കെ ഇതിലൊന്ന് കൂടെ നിൽക്കുക, അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് അവർക്ക് എന്താവും, ഓട്ടോമാറ്റിക്കലി അവരെയും കൂടി നമ്മൾ ഉൾപ്പെടുത്തി പരിഗണിച്ചു എന്നുള്ളൊരു തോന്നൽ വരും. അതിനു വേണ്ടിയിട്ടെങ്കിലും നമ്മൾ ആ കാര്യങ്ങളൊക്കെ ചെയ്യണം. അതേപോലെ അവരെ കൂടുതൽ കേൾക്കുക. അത് ചിലപ്പോൾ പലതും പറയാനുണ്ടായിരിക്കും, അതൊക്കെ കേൾക്കുക നമ്മൾ. അതുപോലെ അവരുടെ നീഡ്സ് റെസ്പെക്ട് ചെയ്യുക. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവരെന്തായി മാറുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മളിലോട്ട് അടുക്കും. പിന്നെ വരുന്ന ഒരു പ്രശ്നമാണ് ഇപ്പോ ടീനേജ് ആയിട്ടുള്ള പെൺകുട്ടികൾ ചിലപ്പോൾ പല റിലേഷൻഷിപ്പ് വരുന്നതൊക്കെ വരുന്നത്. ഇതൊക്കെ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേണ്ട സ്നേഹം പുറത്തുനിന്നാണ് കിട്ടുന്നത്, ഉള്ളിൽ നിന്ന് കിട്ടുന്നില്ല. സ്വന്തം അച്ഛനോ അമ്മയോ ഒന്നും ഈ പറയുന്ന പോലെ അവരുടെ കാര്യങ്ങൾ കേൾക്കാനോ ഒന്നും നിൽക്കുന്നില്ല. അപ്പൊ ഈ കുട്ടികൾക്ക് ചിലപ്പോൾ ഒരാൾ വന്ന് പറയാണ്, നിന്നെ കാണാൻ ഭയങ്കര ഭംഗിയാണ്, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്ന സമയത്ത് ഇത് കോമൺ ആണെന്നും ഇങ്ങനെ എല്ലാ സ്കൂളിലും എല്ലാ കോളേജിലും എല്ലാ ആൾക്കാരും ഇങ്ങനെ തന്നെ പറയാ എന്നുള്ളതൊക്കെ നമ്മളെ വീട്ടിൽ നിന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അപ്പൊ പക്ഷെ അതെന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ നിന്നൊന്നും പറഞ്ഞു കൊടുക്കാതെ വരുന്ന സമയത്ത് കുട്ടികൾക്ക് പുതിയൊരു കാര്യമായിട്ട് തോന്നും. കാരണം അവർക്കൊരു ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാവുന്ന സമയമാണ്, അവർക്കൊരു ഇൻഫാക്ച്വേഷനോ അവർക്ക് പെട്ടെന്നൊരു ഫീലിങ്സോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരാളുടെ അടുപ്പൊക്കെ തോന്നും. അപ്പോ ഇതൊക്കെ കോമൺ ആണ്, ഇതൊക്കെ നോർമൽ ആണ് എന്നുള്ളത് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. നമ്മൾ സ്കൂളിലേക്ക് പഠിപ്പിക്കാൻ വിട്ടെന്ന് വിചാരിച്ചിട്ട് നമുക്ക് എന്താണ് ഉറപ്പ് അവർക്ക് അവിടുന്ന് കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് കിട്ടുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലി എന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കേണ്ട റോള് ഒരുപാടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് കാര്യങ്ങളിൽ അത് മാറ്റം വരുന്നുള്ള. ഇനി അതേപോലെ തന്നെ ഒരു സ്കൂളിനെ സംബന്ധിച്ചുള്ള അവിടുത്തെ റോൾ എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ചിലപ്പോൾ ചില കുട്ടികൾ കണ്ടിട്ടുണ്ടായിരിക്കും, ചില സബ്ജക്റ്റിൽ നല്ല മാർക്ക് മേടിക്കുന്നുണ്ടാവും, ചില സബ്ജക്റ്റ് തീരെ മാർക്ക് മേടിക്കുന്നുണ്ടാവില്ല. അതിന്റെ റീസൺ നമ്മൾ ശരിക്കും ചിലപ്പോൾ പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് ഇഷ്ടമുള്ള ടീച്ചർ പഠിപ്പിക്കുന്നതായിരിക്കാം ചിലപ്പോൾ നല്ല മാർക്ക് മേടിക്കുന്നത്. അപ്പോൾ ആ ഇഷ്ടമില്ലാത്ത ടീച്ചറുടെ സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് കുട്ടി ചിലപ്പോൾ അത് പഠിക്കാത്തത്. അപ്പൊ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ആ കുട്ടീനെ ആ ടീച്ചർക്ക് ഇഷ്ടമില്ലാത്തത്, അപ്പൊ എന്താണ് പ്രശ്നം, ചിലപ്പോൾ നമുക്ക് സോൾവ് ആക്കി കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് സോൾവ് ആക്കി കൊടുക്കണം. നമ്മളെപ്പോഴും ആലോചിക്കേണ്ടത് ഒരു സ്കൂളിനെ അല്ലെങ്കിൽ ഒരു ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം 40 കുട്ടികളെ ഡീൽ ചെയ്യുന്ന ഒരു ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല ഇവരുടെ എല്ലാവരുടെയും കാര്യം നോക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ സമയത്ത് പൊതുവെ എന്തുണ്ടായി മാറുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും കൊടുക്കുക. ചിലപ്പോൾ പക്ഷെ ഈ കുട്ടിക്ക് മനസ്സിലാവുന്ന രീതിയിൽ പഠിപ്പിക്കാൻ ആ ടീച്ചർക്ക് പറ്റിയിട്ടുണ്ടാവില്ല. ശരിക്കും 4 ടൈപ്പ് ഓഫ് ലേണേഴ്സ് ഉണ്ട്, കിനസ്തെറ്റിക്, വിഷ്വൽ, ഓഡിറ്ററി എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് ചിലർക്ക് കേട്ടിട്ട് പഠിക്കണ ഇഷ്ടമുള്ളവരാണ്, ചിലവർ കണ്ടു പഠിക്കുന്ന ആൾക്കാരാണ്, ചിലർക്ക് ഈ പറയുന്ന ആക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവത്തിലാണ് ഇഷ്ടം ഉണ്ടാവുക. ഇങ്ങനെയൊക്കെ പല രീതിയിലുള്ള ലേണേഴ്സ് ഉണ്ട്.
പക്ഷെ ഇങ്ങനൊന്നും തരംതിരിക്കാൻ വേണ്ടിയിട്ട് സ്കൂളിലുള്ള ടീച്ചർമാർക്ക് പറഞ്ഞു കൊടുക്കാനും ചിലപ്പോൾ സമയം പോലും കിട്ടാത്തതുകൊണ്ടാണ് നമ്മുടെ മക്കൾ എന്ത് ചെയ്യാം. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, ആ ടീച്ചർ പഠിപ്പിക്കാത്തത് കൊണ്ടല്ലല്ലോ ചില കുട്ടികൾ നന്നായി പഠിക്കുന്നു, ചില കുട്ടികൾ പഠിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അത് ആ കുട്ടിക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരുപക്ഷെ ആ ടീച്ചർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ കുട്ടിയുടെ ലേണിംഗ് മെത്തേഡ് എന്താണ്, കുട്ടിയുടെ ലേണിംഗ് സ്റ്റൈൽ എന്താണ്, ആ കുട്ടിക്ക് എന്താണ് പ്രശ്നമുള്ളത്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അതേപോലെ ആ കുട്ടികൾക്ക് ചിലപ്പോൾ അവിടെ എന്തെങ്കിലും റാഗിങ്, ഇപ്പൊ നമ്മൾ കണ്ടിരുന്നു റീസെന്റ് ആയിട്ട് റാഗിങ് ഉണ്ടായിട്ടുള്ള പ്രശ്നമൊക്കെ. അപ്പൊ അങ്ങനത്തെ ഒക്കെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് ആദ്യം അറിഞ്ഞിരിക്കണം. നമ്മളെ മക്കൾ പഠിക്കുന്ന സ്കൂളിൽ അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടോ എന്ന് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ് അടുത്ത സ്റ്റെപ്പ് എന്നുള്ളത് നമ്മൾ ചോദിക്കണം. നമ്മളൊരു അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചോദിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഒരു ടീച്ചറുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു പൊട്ടയായിട്ടുള്ള ഒരു കാര്യം ഉണ്ടായി, എന്താണ് അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത്? അല്ലെങ്കിൽ ഇപ്പൊ ആ മക്കൾ തമ്മിൽ ഇവരെ സ്കൂളിൽ ഒരു അടിപിടി ഉണ്ടായി, എന്താണ് അടുത്ത ഇഷ്യൂ, അല്ലെങ്കിൽ അടുത്ത് എന്താണ് കാര്യം ചെയ്യേണ്ടത്? ഇങ്ങനെയൊക്കെ നമുക്ക് പൊതുവെ സംസാരിക്കാൻ പറ്റണം. അതേപോലെ ടീച്ചേഴ്സ് ഇമോഷണലി അവരെ സ്റ്റുഡൻസിന്റെ കൂടെ നിൽക്കാൻ വേണ്ടി ട്രെയിൻഡ് ആണോ? കാരണം പല ടീച്ചേഴ്സിനും എന്താണ്, അവർക്ക് പല ടെൻഷനിലൂടെ ആയിരിക്കും വീട്ടിൽ നിന്ന് പോകുന്നുണ്ടാവുക. ക്ലാസ്സിൽ എത്തിക്കഴിഞ്ഞ് പല കുട്ടികളുടെ പല കാര്യങ്ങളും ചിലപ്പോൾ എംപത്തറ്റിക് ആയിട്ട് ആയിരിക്കില്ല അവർ ചിലപ്പോൾ അപ്രോച്ച് ചെയ്യണം. അത് ചിലപ്പോൾ ആ കുട്ടികളെ ഭയങ്കര അധികം ബാധിക്കും. അപ്പോൾ ആ ഒരു സ്കൂളിൽ ശരിക്കും ഒരു കൗൺസിലർ ഉണ്ടോ, കുട്ടിക്ക് എന്തെങ്കിലും വിഷമം വന്നു കഴിഞ്ഞാൽ പോയി സംസാരിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കണം. അപ്പൊ അത് ആ ഒരു സ്കൂളിന്റെ റോളാണ് ആ കാര്യങ്ങളൊക്കെ. അതേപോലെ അവിടെ പല ടൈപ്പിലുള്ള കുട്ടികൾ ഉണ്ടായിരിക്കും. പല സ്കൂളിലും ഉണ്ട് പല രീതിയിൽ വേർതിരിവ് കാണിക്കാം. അത് ചിലപ്പോ പണക്കാരുടെ കുട്ടികൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ കളറിന്റെ വ്യത്യാസത്തിൽ, അല്ലെങ്കിൽ പല അങ്ങനെയൊക്കെയുള്ള ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും പല സ്കൂളുകളിലും ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഇതൊക്കെ നമ്മുടെ മക്കളിൽ ഇൻഫ്ലുവൻസ് ആവുന്നുണ്ടെന്നുള്ളതാണ്. ഇതെങ്ങനെ ഇൻഫ്ലുവൻസ് ആവാതിരിക്കും, എങ്ങനെയാണ് ഇതിനൊക്കെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ള കാര്യം നമ്മുടെ സ്കൂളിന്റെ റോള് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ്. അതേപോലെ ഇപ്പോ ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന സമയത്ത് ഇപ്പൊ നമ്മളെ മക്കള്, നമ്മളെപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യം, അവർക്ക് സോഷ്യൽ സ്കില്ല് ഡെവലപ്പ് ആവണം എന്നുണ്ടെങ്കിൽ ചിലവരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇത് ആരോടും സംസാരിക്കില്ല, വീട്ടിൽ ആരെങ്കിലും വന്നാൽ മിണ്ടൂല, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചില പാരന്റ്സ് കംപ്ലൈന്റ് പറയും, മക്കള് ഇങ്ങനെയാണ്, അവർ ആരോടും മിണ്ടൂല. അപ്പൊ ഞാൻ അവരോട് ചോദിക്കാറുണ്ട്, ചെറുപ്പത്തിൽ അവരെ പുറത്തേക്ക് കളിക്കാൻ വിടാറുണ്ടോ? അല്ലെങ്കിൽ അവിടെ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിന് അവരെ ഒരു ഗ്രൂപ്പായിട്ടുള്ള എന്തിനെങ്കിലും അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കാറുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അവരില്ല എന്നാണ് പറയാറ്. പിന്നെ എങ്ങനെയാണ് ഈ കുട്ടികള് ഒറ്റയടിക്ക് ആ ചെറുപ്പത്തിലൊന്നും ചെയ്യാണ്ട് ഒറ്റയടിക്ക് വലുതായി വന്ന് ഓട്ടോമാറ്റിക്കലി ഇത് ചെയ്യാനത് എന്താണ് സംഭവം? ഇത് എന്നല്ലല്ലോ, കുട്ടിയുടെ ഉള്ളിൽ ചെറുപ്പത്തിൽ വന്നിട്ടുള്ള പ്രോഗ്രാം തന്നെയാണ് കുട്ടിക്ക് മുന്നോട്ട് വന്നാലും ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ടൈം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നത്. അപ്പോൾ ഒരു സേഫ് ആയിട്ടുള്ള കുട്ടികൾക്ക് അത്രയും ചെറുപ്പത്തിൽ കളിക്കാനുള്ള അവസരങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അല്ലാതെ അവർക്ക് ഒരുപാട് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തോന്നല്ല. ഇത് ഈക്വലി ആയി മാറണം. ശരിക്കും പറഞ്ഞാൽ ചിലവരൊക്കെ ഉള്ള ചെയ്യുന്ന വേറൊരു കാര്യമാണ് പഠിത്തം 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 എന്ന് പറഞ്ഞ് കുട്ടികളെ ഇതാക്കും. ആലോചിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ മക്കള് ഹാപ്പി ആണെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കലി പഠിക്കും. അപ്പൊ അവർക്ക് ഹാപ്പി ആവാനുള്ള ഒരു അന്തരീക്ഷം കൂടി നമ്മൾ കൊടുക്കണം. ചിലപ്പോ ആ കുട്ടിക്ക് ചിലപ്പോൾ ഫുട്ബോൾ പഠിക്കണം എന്ന് ആഗ്രഹമുള്ള ഒരാളായിരിക്കും. അപ്പൊ നമ്മൾ അവരോട് ചോദിക്കുക, ഓക്കെ നിന്നെ ഞാൻ ഒരു ക്ലബിൽ ചേർത്താം, പക്ഷെ നീ പഠിത്തത്തിൽ മോശം ഒന്നും ആവില്ലല്ലോ, 100% ഞാൻ എഴുതി ഒപ്പിട്ടുതരാം. ആ കുട്ടി അത്രയും ആഗ്രഹിച്ചിട്ടാണ് ആ ഫുട്ബോളിന് പോകുന്നെങ്കിൽ ആ കുട്ടി പറയും ഇല്ല ഞാൻ പഠിച്ചോളും. ഉറപ്പായിട്ടും ആ ഒരു ക്ലബിൽ പോകുന്നത് നിർത്താതിരിക്കാൻ വേണ്ടി കുട്ടി പഠിക്കും. അവിടെ പറഞ്ഞാൽ മതി, ഓക്കെ മാർക്ക് കുറഞ്ഞാൽ ഞാൻ ഇത് സ്റ്റോപ്പ് ചെയ്യൂട്ടോ, നോക്കിയാൽ മതി, ഒരിക്കലും മാർക്ക് കുറയില്ല. കാരണം അവന് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യാം. നേരെ മറിച്ച് അവന് ഇന്നൊരു കാര്യം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്തായി മാറും, ഈ കുട്ടി അതിലോട്ട് മാത്രമേ ഇഷ്ടമില്ലാതെ പഠിക്കുന്ന ഒരു അവസ്ഥയിലോട്ടായി മാറും. ഇതൊക്കെ ഭയങ്കര ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഈ പറയുന്ന ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കമ്മ്യൂണിറ്റി പ്രോഗ്രാംസ് ഇപ്പൊ നമ്മളെ നാട്ടിലൊന്നും ഇപ്പൊ കണ്ടുവരാത്തൊരു കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ പണ്ടൊക്കെ എപ്പോഴും ഉണ്ടായിരുന്നു, ക്ലബ്ബുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോ ക്ലബ്ബുകൾ ശരിക്കും പറഞ്ഞാൽ പേരിന് മാത്രമായി മാറി. അതായത് വേറൊന്നും കൊണ്ടല്ല, പണ്ടത്തെ പോലെ ഒന്നും ഇപ്പൊ നാട്ടില് അത്രയും പിള്ളേരില്ല. പിന്നെ നടക്കുന്ന കുറച്ച് പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ ഈ പറഞ്ഞ അഡിക്ഷൻ, പല ഡ്രഗും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള അങ്ങനത്തെ ഒക്കെ ചില പൊട്ട കൂട്ടുകെട്ടുകളാണ്. പണ്ടത്തെ പോലെ പല പണ്ടെന്ന് പറയും പല ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരായിരുന്നു ക്ലബ്ബ് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വരുന്ന സമയത്ത് അവിടെ ഒരു കുട്ടികൾ നാശമായി പോകാനുള്ള ചാൻസസ് ഒക്കെ വളരെ കുറവായിരുന്നു. കാരണം ഒരു 60 വയസ്സ് മുതൽ ഈ പറഞ്ഞ 10 വയസ്സ് വരെയുള്ള കുട്ടികളുള്ള ക്ലബ്ബൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അത് കണ്ടുവരുന്നില്ല.
അങ്ങനത്തെ ഒക്കെ ക്ലബ്ബ് ഇപ്പോഴും ഉണ്ടെന്നുണ്ടെങ്കിൽ, അതുപോലെ വായനശാല ഒക്കെ ഉണ്ട്, അവിടെയൊക്കെ പോയിട്ട് കുട്ടിക്ക് ഒരു മെമ്പർഷിപ്പ് ഒക്കെ എടുത്തു കൊടുക്കുക, കുട്ടി പോയി പഠിക്കട്ടെ. അതായത് നമ്മളെപ്പോഴും ആലോചിക്കേണ്ടത് നമ്മളുടെ സമപ്രായക്കാരോട് സംസാരിക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മളുടെ ചുറ്റുമുള്ള പല ഡിഫറെന്റ് ആയിട്ടുള്ള ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരോട് സംസാരിക്കുമ്പോഴാണ് നമ്മൾ ശരിക്കും പറഞ്ഞ എവിടേക്കോ വളരുന്നത്, ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ കൂടുതലും അറിയുന്നത് എന്നുള്ളതൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളും ഭയങ്കര അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ നോക്കുകയാണ് എന്തൊക്കെയാണ് സൈന്, നമ്മളെ കുട്ടിക്ക് ഒരു സേഫ് ആയിട്ടുള്ള എൻവിറോൺമെന്റ് ആണ് നമ്മൾ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നുള്ളതിന്റെ ഒരു സൈൻ എങ്ങനെയാണ് മനസ്സിലാവുന്നത് വെച്ച് കഴിഞ്ഞാൽ, കുട്ടിക്ക് എപ്പോഴും നമ്മളോട് വന്നിട്ട് ഓരോ കാര്യങ്ങൾ സംസാരിക്കാൻ, അല്ലെങ്കിൽ അവരെ സ്കൂളിൽ നടന്നുള്ള കാര്യങ്ങൾ സ്റ്റോറി പറഞ്ഞോടെ നമ്മളെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊക്കെ പറയാൻ ഭയങ്കര അധികം കംഫർട്ടബിൾ ആണെങ്കിൽ, ഒരു അച്ഛൻ എന്ന രീതിയിലോ അമ്മ എന്ന രീതിയിലോ നിങ്ങളോട് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടാണ് ഓരോ കാര്യം ഷെയർ ചെയ്യുന്നെങ്കിൽ അതിനർത്ഥം ആ കുട്ടി ഒരു സേഫ് ആയിട്ടുള്ള എൻവിറോൺമെന്റിലാണ് വളർന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. നേരെ മറിച്ച് ആ കുട്ടി ഒന്നും തന്നെ തുറന്നു പറയാറില്ല, എന്താ സ്കൂളിൽ നടക്കുന്നത് നിങ്ങൾ പോലും അറിയണില്ല, ഇടയ്ക്ക് വീട്ടിൽ നിന്ന് സാറുമാരാരെങ്കിലും വിളിക്കുമ്പോഴാണ് അവിടെ നടന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അറിയുന്നെങ്കിൽ ഉറപ്പായിട്ടും ഈ കുട്ടി ചിലപ്പോൾ ഒരു ചീത്ത കൂട്ടുകെട്ടിലേക്ക് പോകാനായിരിക്കും ഏറ്റവും കൂടുതൽ ചാൻസ്. അല്ലെങ്കിൽ ഈ കുട്ടി നമ്മളിൽ നിന്നും കൂടുതലും അകന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യം, ഒരു റെസ്പെക്ട്ഫുൾ ആയിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടോ ചിൽഡ്രനും, അതായത് ഇപ്പോൾ നമ്മുടെ മക്കള് വേറെയുള്ള ആൾക്കാരൊക്കെ ആയിട്ട് അവർ ഇടപഴകുന്ന രീതി കണ്ടാൽ നമുക്ക് മനസ്സിലാവും, ഓക്കെ ഈ കുട്ടി എന്താണ് ഒന്നും കൂടി സോഷ്യലി ഡെവലപ്ഡ് ആയി വരികയാണ്, അവരുടെ സ്കില്ല് ഡെവലപ്പ് ആവുന്നുണ്ടെന്നുള്ള ഒരു ഐഡിയയിലോട്ട് നമ്മൾ എത്തും. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി എങ്ങനെയാണ് നമ്മൾ അവർക്കൊരു സേഫ് ആയിട്ടുള്ള സ്പേസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ അവരെ കൂടുതൽ ലിസൺ ചെയ്യുക, അവർക്കൊരു ഹെൽത്തി ബൗണ്ടറീസ് എന്താണ്, നമ്മളപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നേരത്തെ പറഞ്ഞല്ലോ. ഓക്കെ മോനിക്ക് ഇന്ന കാര്യം പഠിക്കണം, ഓക്കെ പക്ഷെ ഇന്നതിൽ മാർക്ക് പറയാൻ പാടില്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ അതിൽ ചേർക്കാം, ചെയ്തു കൊടുത്തൂടെ. നമ്മുടെ നാട്ടിലൊക്കെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കുകയാണ്, ചെറിയ പൈസയാണ് വരുന്നുള്ളൂ. അവർക്ക് ചെസ് പഠിക്കണം, പഠിപ്പിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഇപ്പൊ സ്വിമ്മിങ്ങിന് പോകണം, അതിനൊക്കെ നമ്മൾ ചേർത്താന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അത്രയും കുറവാണ്. ഇപ്പോൾ ഇവിടെ ബാംഗ്ലൂരൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ ഭയങ്കര കൂടുതലാണ്. ആ പറയുന്ന നമ്മുടെ നാട്ടിൽ അതേ പഠിപ്പിക്കുന്ന സ്കില്ലിന് ഇവിടെ അത്രയും ഡിഫറെന്റ് ആണ്. ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നാട്ടിൽ ഒരു ട്യൂഷന് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1000 രൂപയോ 500 രൂപയോ മാസം മേടിക്കുന്ന സ്ഥലത്ത് ഇവിടെ ഒരു മണിക്കൂറിനാണ് ഈ പറയുന്ന 500 രൂപ ഒരു ട്യൂഷൻ സാറിന് കൊടുക്കേണ്ടത്. അപ്പോ നമ്മൾ ആലോചിക്കേണ്ടത് ചിലപ്പോൾ കേരളത്തിലുള്ള നമ്മളെ പേരൻസിന് ഇതൊക്കെ ഭയങ്കര എളുപ്പമാണ് ഒന്നും കൂടി. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റുക, സപ്പോർട്ട് ചെയ്യാനുള്ളത്. പിന്നെ എന്താ, അവരെ റെസ്പെക്ട് ചെയ്യാൻ പഠിപ്പിക്കുക എന്നുള്ളത് അവരോട് എപ്പോഴും പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഗീവ് റെസ്പെക്ട് ടേക്ക് റെസ്പെക്ട് ആണ്. നമ്മൾ ഒരാൾ റെസ്പെക്ട് ചെയ്താൽ മാത്രമേ, അതായത് നമ്മൾ വലുത് ഇവര് ചെറുത് എന്നുള്ള രീതിയിലൊന്നും കാണാതെ നമ്മളെല്ലാവരും ഒരുപോലെയാണെന്ന് കുട്ടിനെ ചെറുപ്പം മുതലേ നമ്മൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി വാല്യൂ ചെയ്യുന്ന മോറൽ വാല്യൂസിനെ കൂടുതൽ റെസ്പെക്ട് ചെയ്യുന്ന ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് വളർന്നുകൊണ്ടിരിക്കും. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞിരുന്ന കാര്യങ്ങൾ തന്നെ നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി, എത്രത്തോളം ഡീറ്റെയിൽ ആയിട്ടാണ് ഓരോ കാര്യങ്ങളും ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ അത്രയും സേഫ് ആയിട്ടാണ് നമ്മളെ മക്കളുടെ കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവരെന്തായി മാറും, ഭയങ്കര അധികം നമ്മളോട് കണക്ട് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മക്കളായിട്ട് മാറും. അപ്പോൾ ഇപ്പോ ഒരുപാട് പേര് ഇപ്പൊ ഈ ഒരു ക്ലാസ് കേട്ടിട്ടുള്ള ആൾക്കാർക്ക് ഇപ്പൊ ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ പുതിയതായിട്ട് കേട്ടായിരിക്കാം, അല്ലെങ്കിൽ മുന്നേ തന്നെ അറിയുന്ന കാര്യങ്ങളും ആയിരിക്കാം. പക്ഷെ എങ്കിൽ പോലും നിങ്ങൾ ഇന്ന് മുതൽ കൂടുതലും അറ്റ്ലീസ്റ്റ് മക്കളോട് ഇടപഴകുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. ഇനി നിങ്ങൾക്കിത് കൂടുതലായിട്ട് ഇതിനെ കുറിച്ചിട്ട് കൂടുതൽ അറിയണം കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരു കോഴ്സ് ഉണ്ട്, ശരിക്കും 3 മാസത്തെ കോഴ്സാണ്. ആഴ്ചയിൽ 3 ദിവസം വെച്ചിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കോഴ്സ് ഉള്ളത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ മക്കളുടെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് തന്നെ സോൾവ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു സൈക്കോളജിസ്റ്റ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് പല മക്കളുടെ പ്രശ്നങ്ങളായിട്ട് പലരും നമ്മളെ അടുത്തേക്ക് വരുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ഈ പറഞ്ഞ 5 6 സെഷനൊക്കെ വേണ്ടി വരും ചിലപ്പോൾ ഒരു പ്രശ്നം മാറാനൊക്കെ ആയിട്ട്. പക്ഷെ പൊതുവേ നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ ഒരു 2 സെഷനൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ വിചാരിക്കും ഓക്കെ ഇത് മാറിയെന്ന് വിചാരിക്കും. പക്ഷെ ഈ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൊത്തമായിട്ട് കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും വരുന്ന പോലത്തെ ഒരു സംഭവമാണ് ശരിക്കും പറഞ്ഞ കൗൺസിലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ സ്വന്തം അച്ഛനമ്മമാർക്ക് തന്നെ നമ്മളെ മക്കളുടെ സൈക്കോളജി അറിയുന്നുണ്ടെങ്കിൽ
ഓട്ടോമാറ്റിക്കലി അവർക്ക് തന്നെ ഒരുപാട് കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റും. അതിന് മേലോട്ട് പോകുന്ന കാര്യങ്ങൾ മാത്രമേ ഒരു കൗൺസിലറെയോ സൈക്കോളജിസ്റ്റിന്റെയോ ഹെൽപ്പ് വേണ്ടി വരുള്ളൂ എന്നാണ്. ഒരു 3 മാസത്തെ ഒരു കോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സർട്ടിഫിക്കേഷൻ ഇൻ ചൈൽഡ് ആൻഡ് അഡോളസന്റ് സൈക്കോളജിയാണ്. നമ്മളെ ഡ്രീം ഷൗട്ടേഴ്സിന്റെ തന്നെ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അത് ഒരുപാട് പേര് 150-150ഓളം പാരന്റ്സ് കേരളത്തിൽ നിന്ന് പല ജില്ലകളിൽ നിന്നായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളുടെ മുന്നത്തെ ഒരു സ്റ്റുഡന്റ് ഉണ്ട് ഇവിടെ. അപ്പോൾ ആളുടെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഞാൻ ആളെയും ഇൻവൈറ്റ് ചെയ്യാം. അവൈലബിൾ ആണോ ശാരദ? രമ്യത ഉണ്ട്. ആണല്ലേ, ഓക്കെ ഓക്കെ. രമ്യ മാഡം ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യോ മാഡത്തിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു എന്നുള്ളത്, നമ്മളൊരു 3 മാസത്തെ കോഴ്സ് കൊണ്ട് ഉണ്ടായ ഒരു മാറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത്, മക്കളുടെ ഇടപെടലുകളായിക്കോട്ടെ അല്ലെങ്കിൽ അവരെ കൂടുതൽ മനസ്സിലാക്കുമ്പോഴായിക്കോട്ടെ. ഗുഡ് ഈവനിങ്. എൻ്റെ പേര് റമീമ. ഞാൻ ഡ്രീം ഷൗട്ടേഴ്സിന്റെ ചൈൽഡ് ആൻഡ് അഡോളസന്റ് സൈക്കോളജിയിലെ ഫസ്റ്റ് ബാച്ച് സ്റ്റുഡന്റ് ആയിരുന്നു. എനിക്ക് ഈ കോഴ്സ് കഴിഞ്ഞ ശേഷം എനിക്കുണ്ടായ അനുഭവം എന്ന് വെച്ചാൽ, ഷാഹിദ മാം സാറിന് പറഞ്ഞ പോലെ എനിക്ക് എൻ്റെ മക്കളുടെ കൗൺസിലർ ആവാൻ പറ്റി എന്നുള്ളതാണ്. ഇപ്പൊ ഈ കോഴ്സ് കഴിഞ്ഞ ശേഷം അവരെന്ത് പ്രശ്നങ്ങൾ വന്ന് പറഞ്ഞാലും അത് എന്തുകൊണ്ടാണെന്നും അതിന് എന്ത് സൊല്യൂഷൻ കൊടുക്കാമെന്നും എനിക്ക് ഇപ്പൊ വളരെ വ്യക്തമായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പൊ അങ്ങനെ മക്കളെല്ലാം എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്ന് പറഞ്ഞാലും എനിക്കതിന് സൊല്യൂഷൻ കൊടുക്കാൻ കഴിയുന്നുണ്ട് എന്നാണ് ഏറ്റവും വലിയ നേട്ടം ഇതുകൊണ്ടുണ്ടായിട്ടുള്ളത്. പിന്നെ പറഞ്ഞ ഈ കോഴ്സ് കൊണ്ട് നമ്മൾ പാരന്റ്സ് തന്നെ മാറും, അതിലൂടെ നമ്മുടെ മക്കളെ മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് മറ്റൊരു നേട്ടം. പിന്നെ എന്ന് പറഞ്ഞാല് സാറിന്റെ കോഴ്സ് വളരെ ഡീറ്റെയിൽ ആയി തന്നെ പാരന്റിങ്ങിന്റെ എല്ലാ വശങ്ങളെ കുറിച്ചും സാറ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്റെ അഭിപ്രായത്തില് ഓരോ പാരന്റ്സും തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടതും ചെയ്തിരിക്കേണ്ടതുമായിട്ടുള്ള ഒരു കോഴ്സ് തന്നെയാണ് ഇത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ എല്ലാവരും, ഞാൻ എൻ്റെ ഫ്രണ്ട്സിനും ഒരുപാട് റിലേറ്റീവ്സിനൊക്കെ ഞാൻ സജസ്റ്റ് ചെയ്തിട്ട് അവരുടെ അടുത്തുനിന്നും ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് ഈ കോഴ്സിനെ കുറിച്ചിട്ട്. എല്ലാവർക്കും നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ എൻ്റെ അനുഭവത്തിൽ നിന്നും അത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും കോഴ്സ് ചെയ്യണം എന്നാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. അപ്പോൾ ഒരുപാട് പേരുണ്ട്, 150-150ഓളം പാരന്റ്സ് ആണ് നമ്മളുടെ ഇതിൽ നിന്ന് ഓൾറെഡി പഠിച്ചിട്ടുള്ളത്. അപ്പൊ ഞാൻ ജസ്റ്റ് ഇപ്പൊ എല്ലാവരും നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വരും, പക്ഷെ എങ്കിൽ പോലും ഈ ചെറിയ സമയത്തിനുള്ളിൽ പെട്ടെന്ന് മാഡത്തിനെ വിളിച്ചതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരോടും എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറിയൊരു എമൗണ്ടിലാണ് നമ്മൾ ഈ ഒരു കോഴ്സ് ചെയ്യുന്നത് ആക്ച്വലി. അതായത് ടോട്ടൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3500 രൂപ കോഴ്സിനും പിന്നെ ഒരു 1000 രൂപ സെറിമണി എന്നുള്ള രീതിയിലാണ് ഇപ്പൊ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമുക്കിപ്പോ ഈ പറയുന്ന ഈ ഒരു ക്ലാസ് കാര്യങ്ങളൊക്കെ കേട്ടിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഇപ്പോൾ കേൾക്കുന്നത് ഈ ഒരു സൂമിലായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ യൂട്യൂബിൽ നിന്ന് കേൾക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കോർഡിനേറ്റർക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്ന സമയത്ത് അത് പറയാം. അങ്ങനെയാണെങ്കിൽ 2500 രൂപക്ക് കോഴ്സ് കിട്ടുന്ന രീതിയിലും പ്ലസ് ഒരു 1000 രൂപ സെറിമണിയുടെ സമയത്താണ് ടോട്ടൽ 3500 രൂപയാണ് 3 മാസത്തെ ഈ കോഴ്സിന് വരിക. അത് നമ്മൾ നല്ല ഗ്രാൻഡ് ആയിട്ടാണ് ഇതിന്റെ ഒരു സെറിമണി കാര്യങ്ങളൊക്കെ നടത്താറുള്ളത്. കാരണം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രത്യേകിച്ച് ഒരു കൗൺസിലിംഗ് മേഖലയാണ്. നമുക്ക് നമ്മളുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ നമ്മളെ ഫാമിലിയിലുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ അടുത്തേക്ക് വരും. അപ്പൊ ഇതൊരു സാധാ പോലെ നമുക്കൊരു കോഴ്സ് പോലെ ഒരു 3500 രൂപയുടെ ഒരു കോഴ്സിന് ശരിക്കും പറഞ്ഞാൽ സെറിമണിയുടെ കാര്യമൊന്നും ശരിക്കും പറഞ്ഞാൽ ആരും നടത്താറില്ല. പക്ഷെ നമ്മളത് ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പറയുന്ന രീതിയിൽ നിങ്ങൾ അങ്ങനെ പുറത്തേട്ട് ഇറങ്ങുന്ന സമയത്ത് ഈ പറയുന്ന ഗൗണും കാര്യങ്ങളും ഗ്രാജുവേഷന്റെ സർട്ടിഫിക്കറ്റ് ആയിട്ട് പുറത്തിറങ്ങുന്ന സമയത്ത് നിങ്ങൾ സ്റ്റാറ്റസ് ഒക്കെ വെക്കുമ്പോൾ നമ്മളുടെ ചുറ്റുമുള്ള ആൾക്കാർ തന്നെ നമ്മൾ അംഗീകരിക്കുകയാണ്. ഓക്കെ, ഇന്ന കാര്യം പഠിച്ചിട്ടുണ്ട്, ഇന്നൊരു കാര്യം ചോദിക്കാൻ പറ്റിയ ഒരാളാണ്, അങ്ങനത്തെ രീതിയിൽ. അപ്പോൾ നിങ്ങൾക്കത് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഷാഹിദ മാഡം അവൈലബിൾ ആണ് കോർഡിനേറ്റർ ആയിട്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന കോഴ്സ് 2500 രൂപക്ക് നിങ്ങൾക്കത് അവൈലബിൾ ആണ് 3 മാസത്തേക്ക്. പിന്നെ ഒരു 1000 രൂപ സെറിമണിയുടെ സമയത്താണ് വരുന്നത്. ടോട്ടൽ 3500 രൂപയാണ് വരുന്നത്. അപ്പോൾ അത്രയും ഒരു 1000 റുപ്പീസിന്റെ അടുത്തേക്ക് ഇപ്പോൾ ഒരു ഡിഫറൻസ് വരും. ഇത് നമ്മൾ ആദ്യം തുടങ്ങിയ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു എമൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് ഒരുപാട് പേരിലോട്ട് നമ്മൾ എത്താൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് ഈ ഒരു ക്ലാസ്സിൽ വന്ന ആൾക്കാരാണെങ്കിൽ എല്ലാവരുടെ ഭാഗത്തുനിന്നും സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഇത്രയും സമയം ഇതിനു വേണ്ടി ടൈം കണ്ടെത്തിയ എല്ലാവരോടും ഞാനൊരു ബിഗ് താങ്ക്സ് പറയാം. താങ്ക് യു സർ. താങ്ക് യു.
അപ്പോൾ ശരി.